ഡിവൈഎഫ്ഐ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നത് നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് ജനാധിപത്യപരമായ പ്രതികരണം അപ്പുറത്തുനിന്നുണ്ടായാൽ പിന്നെ സമരത്തിൻ്റെ സ്കോപ്പില്ല. നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങളുടെ പഴയ സെക്രട്ടറിയുടെ കാറിൻ്റെ മുമ്പിൽ നിന്ന് ചാടണമെന്ന്? കേരളത്തിലെ ഏതൊരു നോക്ക് ആൻഡ് കോർണറിലും ഞങ്ങൾക്ക് വിരൽ തൊട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കരുത്ത്, ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ പോവുക, മണ്ണിൽ ചോട്ടുക, ഹൗസ് ടു ഹൗസ് വീടുകളിൽ പോയി സംസാരിക്കുക, എന്നിട്ടത് കളക്ട് ചെയ്യും, ഇത് കൊണ്ട് കൊടുക്കുക. കേസ് എന്ന് പറയുന്നത് ബീഭത്സമായി തല്ലുന്ന ആ തല്ലിനിടയിലും എഴുന്നേറ്റ് നിന്ന് മുട്ടു ചുരുട്ടി ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അനീഷിനെ ഇപ്പോഴും എൻ്റെ കണ്ണിലെനിക്ക് കാണാം. രാജ്യസഭയിൽ മുറിഞ്ഞ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നിലയിലാണ് ഞാനിത് സംബന്ധിച്ച് നടത്തുന്ന ആദ്യത്തെ പ്രതികരണമാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാരിന് തുടർഭരണം കിട്ടുന്നത് 2021 അന്ന് അതിന് പല കാരണങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിശബ്ദമായിട്ട് കുറേ ആളുകൾ വിശ്വസിക്കുന്നത് ഒന്നാം LDF സർക്കാരിൻ്റെ കാലത്ത് 2016-21 കാലത്ത് DYFI എന്ന സംഘടന കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു DYFIയെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണഗതിയിലുള്ള ധാരണ എന്നുള്ളത് ഒരു സമര സംഘടന എന്നുള്ളത്. DYFI അത് നിഷേധിക്കുമെങ്കിലും അത് CPMനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സമര സംഘടനയെ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരുള്ളപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഫേസിൽ അതിൻ്റെ രാഷ്ട്രീയം ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് ഇന്നിപ്പോൾ നമ്മളുടെ ഉള്ളത് DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, CPMൻ്റെ രാജ്യസഭാംഗം ശ്രീ A. റഹീം. ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനം DYFIയുടെ ആദ്യത്തെ ഒരു ഫേസ് എന്നുള്ളത് വളരെ അഗ്രസീവായിട്ടുള്ള സമരങ്ങളുടെ ഒരു ഘട്ടമായിരുന്നു. മന്ത്രിമാരെ വഴിയിൽ തടയുന്നു, ഓഫീസ് തടയുന്നു, നമ്മൾ ചെറുപ്പക്കാർ തല്ലുമേടിക്കുന്നതിൻ്റെ നിരന്തരമായ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രസിഡൻ്റ് ആകുമ്പോഴത്തേക്കും പക്ഷേ ആ ഒരവസ്ഥ മാറുന്നു. പിന്നെ മിക്കവാറും സർക്കാരാണ്, CPM തന്നെ നേതൃത്വം സർക്കാർ. അപ്പോൾ അതിനെ ഒരു ഇല്ലേ, അങ്ങനെ ഒരു ഫേസിലല്ലേ റഹീം പ്രസിഡൻ്റ് ആവുകയും ഈ ഒരു ചേഞ്ച് വരികയും ചെയ്യുന്നത്? ഈ മനുഷ്യരുമായിട്ട് നിങ്ങൾ ആ രാഷ്ട്രീയത്തിനൊരു ആ മുഖമൊന്നും മാറ്റിയില്ലേ നിങ്ങൾ ശരിക്കും? അല്ല, അതിനകത്തൊരു കാര്യം, ഒന്ന്, ഇതൊന്നും വ്യക്തിപരമായൊരു കാര്യമായി നമ്മൾ പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടെടുത്ത ഇതൊരു പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടു വരികയായിരുന്നു. സാഹചര്യം രണ്ട് തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. ഒന്ന്, ഈ പ്രതീതി നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. DYFI എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ചടുലമായ, ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള, ചരിത്രത്തിലുടനീളം വളരെ ശക്തമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ത്യാഗസന്നദ്ധതയോടെ നിലയുറപ്പിച്ച, ത്യാഗം കൊണ്ട് ഒരുക്കിക്കുട്ടിയൊരു സംഘടനയാണ് DYFI. പക്ഷേ ആ DYFIക്കെതിരെ മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, വലതുപക്ഷ പ്രൊപ്പഗൻഡ ഫാക്ടറികളാകെ നിർമ്മിച്ചെടുത്ത പ്രതീതി എന്തായിരുന്നു? ഇതൊരു കുഴപ്പക്കാരാണ്, ഒരു നെഗറ്റീവ് കീവേഡായിട്ട് DYFIയെ സെറ്റ് ചെയ്തിരുന്നു മനുഷ്യരുടെ മനസ്സിൽ. അതിനെ റീസ്ട്രക്ചർ ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലെ ഇഷ്യൂ. അത് DYFIയുടെ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിലെ ഞങ്ങളുടെ സംഘടനയുടെ പൊതുവിലുള്ള തീരുമാനമാണ്. എങ്ങനെയാണ് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക? അതിനു മുമ്പ് തന്നെ DYFIയുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം, കോഴിക്കോട് സമ്മേളനത്തിനും വളരെ മുമ്പാണ്. ഞാൻ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതിന് ശേഷം നടക്കുന്ന ഒരു സമ്മേളനമാണ്. DYFIയുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പിന്നെയും സമ്മേളനങ്ങൾക്ക് നടന്നതിന് ശേഷമാണ് നമ്മുടെ കോഴിക്കോട് സമ്മേളനം നടക്കുന്നത്. കോഴിക്കോട് സമ്മേളനത്തിലാണ് ഞാൻ സെക്രട്ടറി ആകുന്നത്, സതീഷ് പ്രസിഡൻ്റ് ആകുന്ന സമ്മേളനം. അതിനുമുമ്പ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ DYFI അതിൻ്റെ മറ്റ് പ്രവർത്തന മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നൊരു ചർച്ച സജീവമായിരുന്നു. അതിൽ നമ്മുടെ ഒരു സംഘടനാ രേഖ തന്നെ, എങ്ങനെയാണ് പുതിയ കാലത്തെ യൂത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, പുതിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ എതിരാളികൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രൊപ്പഗാൻഡ പ്രതീതിക്കപ്പുറത്ത് നമ്മളെ
ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നവും ചർച്ചയും വളരെ കാലങ്ങളായി തന്നെ സംഘടനയുടെ ആകെ ചർച്ചയാണ്. അപ്പോൾ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് 2000 ഈ പറയുന്നൊരു കാലയളവെന്ന് പറയുന്നത് ആദ്യത്തെ ഗവൺമെൻറ് നടക്കുന്നു, രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ വരുന്നു. ഈ രണ്ട് കാലയളവിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജിലാണ് ഞങ്ങളുടെ ഈ പറയുന്ന കാലയളവ്. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണ്? സാധാരണഗതിയിൽ DYFIയുടെ സമരം കൊണ്ടാണല്ലോ DYFIയുടെ ശബ്ദം അടയാളപ്പെടുത്തപ്പെടുക. DYFI ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നത് നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് ജനാധിപത്യപരമായ പ്രതികരണം അപ്പുറത്തുനിന്നുണ്ടായാൽ പിന്നെ സമരത്തിൻ്റെ സ്കോപ്പില്ല. ഞങ്ങളൊരു മുദ്രാവാക്യം വയ്ക്കുന്നു, ആ മുദ്രാവാക്യത്തിന് ഗവൺമെൻറ് തന്നെ സ്വീകാര്യമായ സമീപനം സ്വീകരിച്ചാൽ പിന്നെ സമരങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. ഈ വരുന്നൊരു പ്രശ്നമുണ്ട്. സമരങ്ങളുടെ എണ്ണം കുറയും, സമരങ്ങളുടെ കാഠിന്യം കുറയും. ഉദാഹരണത്തിന് ഞങ്ങൾ സമരം ചെയ്യുന്നു, ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ നേരിടുന്നു ഞങ്ങളെ, ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്നു. അപ്പോഴാണല്ലോ സമരം പിന്നീട് രക്തരൂക്ഷിതമായ സമരങ്ങളിലേക്കും ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്ന ഒരു സമര പശ്ചാത്തലത്തിലേക്കും അത് വളരുക. SFIക്കാർ തീർച്ചയായും അത് ഗവർണർ എടുക്കുന്ന അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരും ചാൻസലറും എടുക്കുന്ന ഒരു മുഷ്കിൻ്റെ ആ ഏറ്റുമുട്ടലിലാണല്ലോ ഇതുണ്ടാവുക. അങ്ങനൊരു പരിസരമല്ല ഉണ്ടാവുക. ഇതാണ് പ്രശ്നം. ഞങ്ങൾ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളതല്ല DYFI എന്ന യുവജന സംഘടന മുമ്പുള്ള പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ ആലോചനകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ വന്നത്. ഇതൊന്നും ഒരു പ്രീ സെറ്റാണ് എന്ന് പറയാനാവില്ല. ഞങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം സാറിന് ഉദാഹരണത്തിന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. കോവിഡ് പ്രീ സെറ്റ് അല്ലല്ലോ, ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ്. ഞങ്ങൾ വലിയ മൊബിലൈസേഷനുള്ള മറ്റു പല പരിപാടികളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ മൊബിലൈസേഷനെക്കുറിച്ച് DYFI സംസ്ഥാന സെൻറ്റർ കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. അപ്പോൾ പുതിയൊരു സാഹചര്യമായിരുന്നു. ആ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ കഴിയുക? അങ്ങനെയുള്ള ആലോചനകളിൽ നിന്നാണ് ഇത് വന്നത്. അത് കൂട്ടായ ആലോചനയായിരുന്നു. ആ ആലോചനയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഔട്ട്റീച്ചിനെ കുറിച്ച് സംഘടനയെ ഈ പറയുന്ന നിർമ്മിച്ചു വച്ചിരിക്കുന്ന പ്രതീതിക്കപ്പുറത്തേക്ക് സംഘടനയെ കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് സജീവമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ കാലയളവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചത് എന്നാണ് അത് സംബന്ധിച്ച് പറയാൻ. ഇപ്പോൾ സമരസംഘടന എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു സർക്കാർ വിലാസം സംഘടന എന്നുള്ളൊരു ആ ഒരു ഭീഷണി നിങ്ങൾ ഇപ്പോൾ നേരിടില്ലേ? കാരണം നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളോട് സർക്കാർ പ്രതികരിക്കുന്നു. അപ്പോൾ എന്നാൽ പിന്നെ സർക്കാരിനോട് സമരം വേണ്ട, അപ്പോൾ അതൊരു സർക്കാർ വിലാസം സംഘടന. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലില്ലായ്മയുടെ പ്രശ്നം. കേരളത്തിൽ UDFൻ്റെ കാലത്ത് DYFI നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങൾ അതിനായിരുന്നു. നിയമന നിരോധനമായിരുന്നു, അതിനെതിരായിട്ടായിരുന്നു സമരം. ഞങ്ങൾ നടത്തിയ മറ്റൊരു സമരമെന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റുകൾ പൂർത്തീകരിക്കുന്നില്ല, കാലാവധി നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളുടെ മുൻപിലാണ് ഞങ്ങൾ സമരമുയർത്തേണ്ടി വന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനും ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ് കൂടുതൽ തസ്തിക സൃഷ്ടിക്കുന്നതാണ്. UDF അധികാരത്തിലിരുന്ന സമയത്ത് അതല്ല. തസ്തിക ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ തന്നെ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു, ഗവൺമെൻറ്റായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് സിവിൽ സർവീസിൽ ഇതെല്ലാം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം ഈ ഗവൺമെൻറ് കാലത്ത് അതല്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളാൽ തന്നെ യോജിക്കാവുന്നൊരു പരിസരം രൂപപ്പെടുകയാണ്. ആ പരിസരത്തിലാണ്. അതിനെ എങ്ങനെയാണ്? അത് ഗുണകരമായൊരു കാര്യമല്ലേ? ഇനി ഇതേ സമയം തന്നെ ഞങ്ങൾ കേന്ദ്രത്തിനെതിരായി ഒട്ടേറെ സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ കാലയളവിൽ തന്നെയല്ലേ ഈ വിവിധ പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലെമ്പാടുമുള്ള മതേതര മനസ്സുകളെ ചെറുപ്പത്തെ അണിനിരത്താൻ ശക്തമായി DYFIക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നൊരു കാര്യം എന്നാണ്, ഇത് വളരെ അനായാസമെന്ന് കരുതുന്നൊരു കാര്യം DYFI വളരെ ശക്തമായി ഏറ്റെടുക്കുന്നു. അതിൽ വളരെ ഡെഡിക്കേറ്റഡായി വളരെ കണ്ടിന്യൂവിറ്റിയോടുകൂടി സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു. അത് വലിയ തോതിൽ സംഘടനാ വിന്യാസത്തിലൂടെ അത് സാധിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം തോന്നും, മറ്റ് യുവജന സംഘടനകളൊന്നും ഇത് ഞങ്ങൾക്കും പറ്റുമല്ലോ എന്ന് തോന്നും. നോക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് തോന്നൽ വരുന്നത്. അതിപ്പോൾ കണ്ടിരുന്നു. അത് ഇത് ഫണ്ട് കളക്ഷൻ, വയനാട് ഫണ്ട് കളക്ഷൻ മാത്രമല്ല, ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നു. ഒറ്റയിലേക്ക് വരാം. അതിലേക്ക് എനിക്ക് വരേണ്ടതുണ്ട്. കാരണം അത്
ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സമരം ചെയ്ത് ശീലം ഉള്ള ആളുകൾ, മുദ്രാവാക്യം തെരുവുകാർക്ക് മുദ്രാവാക്യം വിളിച്ച ശീലമുള്ള ആളുകൾ, ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാനിത് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനോട് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ 2 പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. ഒന്ന്, കേരളത്തിൽ ഈ നായ്ക്കളുടെ പ്രശ്നം, അത് മനുഷ്യരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 2, കേരളത്തിലെ ഡ്രഗിൻ്റെ മയക്കുമരുന്നുകളുടെ വലിയ പ്രസരണം, അതിനെക്കൊണ്ട് സർക്കാരിൻ്റെ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതിൽ ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമ നടപടികൾ ഉണ്ടായേ പറ്റൂ. കാരണം സംസ്ഥാന സർക്കാരിന് നിയമത്തിൻ്റെ അകത്തു നിന്നേ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ നാട്ടിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങളുടെ പഴയ സെക്രട്ടറിയുടെ കാറിൻ്റെ മുമ്പിൽ നിന്ന് ചാടണം ഈ അങ്ങനെയല്ല. നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ഏറ്റവും ഇപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് അഴിമതിയില്ല. ഞങ്ങളെന്തിനാണ് വെറുതെ ചാടുന്നത്? അഭിവാദ്യം ചെയ്യാൻ ചാടാമെന്നല്ലാതെ. ഈ നായ്ക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചാടാം. അല്ല, നായ്ക്കളുടെ കാര്യത്തിൽ ചാടണമെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ഇവിടെ വരുമ്പോൾ ചാടുകയല്ലേ വേണ്ടത്? ചാടുവോ? ഞങ്ങൾക്ക് ചാടുന്നതിൽ വിരോധമൊന്നുമില്ല. ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഈ നായ്ക്കളുടെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും എനിക്ക് ഡിവൈഎഫ്ഐക്ക് ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളത്, ഞങ്ങൾ നല്ല പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന സംഘടന കൂടിയാണ്. നേരത്തെ ഈ പരാമർശിച്ച എല്ലാ പ്രവർത്തനങ്ങളും അതുകൂടിയുമായി കണക്ട് ചെയ്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് കൂടി കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ പരിപാടികളെയൊക്കെ ഡിസൈൻ ചെയ്തത്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ മോട്ടോ അങ്ങനെ കൂടിയായിരുന്നു. ഞങ്ങൾ പരിസ്ഥിതിക്കെതിരല്ല. പക്ഷേ ഈ പരിസ്ഥിതിയുടെ കാര്യത്തിലാകട്ടെ, മൃഗങ്ങളുടെ കാര്യത്തിലാകട്ടെ, തെരുവുനായ മുതൽ വന്യമൃഗങ്ങൾ വരെ മൗലികവാദം പാടില്ല. അത് ശരിയല്ല. അത് മൗലികവാദം വെറും ഒരു വരട്ട് ഫാഷനാണ്, ഒരു ഷോയാണ്. ആ ഷോയിൽ നമ്മൾ അഭിനമിക്കാൻ പാടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ പാവം മന്ത്രി ഡൽഹിയിൽ വന്നാൽ അദ്ദേഹത്തിൽ കുരങ്ങിൽ നിന്ന് ആക്രമിക്കപ്പെടുമോ ഇല്ലയോ എന്ന് എന്തുറപ്പുള്ളത്? ഡൽഹിയിൽ താമസിക്കുന്നവരെ ഞങ്ങൾ, കുരങ്ങിനെ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. തെരുവുനായയുടെ ആക്രമണം ഇതിനേക്കാൾ രൂക്ഷമാണ് അവിടെ. വെച്ചാൽ ഏറ്റവും അധികം രൂക്ഷമായത് രാജ്യതലസ്ഥാനത്താണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികളുടെ കണ്ണ് തുറക്കാത്തത്? നിയമങ്ങൾ ആരുടെ മുമ്പിലാണ് കൊട്ടിയടയ്ക്കപ്പെടുന്നത്? അപ്പോൾ അത് മൗലിക ബോധം, ഒരു അതല്ല വേണ്ടത്. കുറേ കൂടി ബ്രോഡായി ഹ്യൂമൻ സെൻട്രിക്കായി കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാനുള്ളത്, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുറേ കൂടി ശരിയായ നിലപാടുണ്ടാകണം. കേന്ദ്ര സർക്കാരിന് ഉണ്ടാകേണ്ടതാണ്. അതിന് നമ്മൾ പാവം കേരളത്തിലെ മന്ത്രിയെ നമ്മൾ തള്ളി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ഞങ്ങളുടെ സമരങ്ങളും ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും സമരരൂപങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അക്കാര്യത്തിൽ ഏത് കാര്യത്തിലായാലും ഞങ്ങൾ അങ്ങനെ ഒരു സമയം കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സമരം അങ്ങനെയല്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ സമരം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ, രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. ഞങ്ങൾ ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സ്പോർട്സിൽ ഇടപെടുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഏറ്റവും ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഇവൻ്റാണ് YLF. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണത്. ഏറെക്കാലമായി ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന യൂത്തിനിടയിൽ പുരോഗമന സ്വഭാവത്തെയും പുരോഗമന ബോധത്തെയും ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു പ്രൊലോങ്ഡ് ക്യാമ്പയിൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതിപ്പോഴും തുടരുകയാണ്. അത് സ്ത്രീധനത്തിനെതിരെ, സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, മോറൽ പോലീസിങ്ങിനെതിരെ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, പരിസ്ഥിതിയുടെ കാര്യത്തിൽ, എല്ലാറ്റിലും നമ്മളൊരു സയൻസ് ടെമ്പർ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനെ വളരെ പ്രൊലോങ്ഡ് ആയിട്ടൊരു ക്യാമ്പയിൻ നമ്മുടെ സംഘടനയ്ക്കകത്തും സംഘടനയുടെ പുറത്തും ഉണ്ടാകണം എന്ന് കരുതി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഒരു വെർട്ടിക്കലാണ് തീർച്ചയായും ഈ സമരം. ആ സമരം ആവശ്യമുള്ളപ്പോൾ അത് പുറത്തെടുക്കും ശക്തമായി. ഇപ്പോൾ ഗവർണറുമായി, ഇപ്പോൾ ചാൻസലറുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു. SFI സമരരംഗത്തേക്ക് വന്നു. SFIയുടെ ഐതിഹാസികമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ഡിവൈഎഫ്ഐക്ക്. രാത്രിയിലാണ് തലസ്ഥാനത്ത്, കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത്. ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്, ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് ആക്രി പറക്കാൻ പോകുന്നത്, ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി 25 വീടുകൾ ലക്ഷ്യം വെച്ചിറങ്ങി 100 വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. ഇതേ ചെറുപ്പം തന്നെയാണ്. അപ്പോൾ ആക്രി പറക്കുന്ന കൈകൊണ്ട്
നല്ല ഉരുക്കുമുട്ടിയായി മുദ്രാവാക്യം മുഴക്കാനും നല്ല ശേഷിയുണ്ട്. അത് സാഹചര്യങ്ങളാണ് എന്ത് വേണമെന്ന്, അത് ഞങ്ങളതിന് തയ്യാറാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ തികച്ചും സർഗാത്മകമായ DYFIയുടെ ഭരണഘടനയിൽ പരിപാടിയിൽ തന്നെ അത് പറയുന്നുണ്ട്. ഞങ്ങളുടെ പരിപാടിക്കകത്ത് ആദ്യമേ തന്നെ 80-ൽ രൂപീകരിക്കപ്പെടുമ്പോഴും പിന്നീട് അമെൻഡ് ചെയ്യപ്പെടുമ്പോഴുമെല്ലാം DYFI യുവജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായിരിക്കണം എന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. യുവജനങ്ങളെന്ന് പറയുമ്പോൾ അത് വളരെ വൈവിധ്യപൂർണ്ണമാണ്. ആർട്ടിൽ, സയൻസിൽ, സ്പോർട്സിൽ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യാപിച്ചു കിടക്കുന്ന യൂത്തിനെ ആകെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ജനാധിപത്യ യുവജന സംഘടന, അതാണ് DYFI. അപ്പോൾ ഇവരെല്ലാം എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന വിധമായിരിക്കണം DYFIയുടെ പരിപാടി, DYFIയുടെ പ്രവർത്തനങ്ങൾ. ഇത് DYFIയുടെ രൂപീകരണ കാലഘട്ടം മുതൽ DYFI ലിഖിതമായ ഞങ്ങളുടെ പരിപാടിയാണ്. അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നത്. അതിൽ തീർച്ചയായും അവകാശ ബോധം ഉയർത്തിപ്പിടിക്കുന്ന സമരങ്ങൾ അതിൻ്റെ ഒരു വെർട്ടിക്കലാണ്, വൺ ഓഫ് ദി വെർട്ടിക്കലാണ്. അതുകൊണ്ട് ഞാൻ ഈ വെർട്ടിക്കൽ എന്നുള്ള വാക്ക് കേൾക്കുന്ന സാധാരണ ബിസിനസ് ലീഡേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വെർട്ടിക്കൽ ഇതാണ് എന്ന് പറയുന്നത്. ഞാൻ ഇത് റഹീം താങ്കൾ പറയുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കേരളത്തിൽ അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 ഏരിയകൾ, ഒന്ന് ചരിത്രബോധം, ഒന്ന് ശാസ്ത്രബോധം. ഇത് അതിഭീകരമാം വിധം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നിങ്ങൾ ഈ വിഷയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും 2021-ൽ DYFI എറണാകുളത്ത് വെച്ച് ചേർന്നതിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം, സെക്രട്ടേറിയറ്റ് യോഗം ഒരു ദിവസം പൂർണ്ണസമയം എടുത്തു കൂടുന്നു, സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത ദിവസം പൂർണ്ണസമയം എടുത്തു കൂടുന്നു. 2 നാൾ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ മാറാത്ത സമയമാണ്, മാറി തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഞങ്ങൾ ആ യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം, ഒരൊറ്റ അജണ്ടയായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത്. അത് കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അങ്ങീ പരാമർശിച്ച എല്ലാ കാര്യങ്ങളും, അതിനെ ചെറുക്കാനുള്ള ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ. അത് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴാരംഭിക്കുന്നു, ഇതെന്ന് അവസാനിക്കുന്നു എന്നില്ല. സാധാരണ നമ്മളൊരു ക്യാമ്പയിൻ എടുക്കുന്നത് 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ, 1 വർഷം നീണ്ടു, ഇതങ്ങനല്ല. ഇതിപ്പോഴിത് ആരംഭിക്കുന്നു, ഇതെപ്പോഴും അവസാനിക്കുന്നു എന്ന് പറയുന്നില്ല. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ സ്ത്രീധനത്തിനെതിരെ ശക്തമായ ക്യാമ്പയിൻ ഞങ്ങൾ കൊണ്ടുവന്നു, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിലും അതിൻ്റെ തുടർച്ചയിലാണ്. ഇപ്പോൾ ഗുരുവും ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന അത് ഓർത്തതും അത് ഏറ്റെടുത്തതും DYFI ആണ്. 100 പ്രഭാഷണങ്ങളാണ് ഈ വിഷയത്തിൽ കേരളത്തിലെമ്പാടും DYFI ഇപ്പോൾ സംഘടിപ്പിച്ചത്. അത് ശിവഗിരിയിൽ, വർക്കലയിൽ ശ്രീ സുനിൽ P. ഇളയിടം തുടങ്ങി വെച്ച് അത്തരക്കാരായ പ്രഭാഷകർ കേരളത്തിലെമ്പാടും. എന്താണ് ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയുടെ പ്രസക്തി? ഇതുപോലുള്ള ചരിത്രബോധത്തെ ആളിക്കത്തിക്കുന്നതിൽ, ചരിത്രത്തെ തിരികെ പിടിക്കുന്നതിൽ, ചരിത്രത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരായ സമരങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ ഈ യാത്രയെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ആംപ്ലിഫൈ ചെയ്യപ്പെടണമെന്നില്ല. എങ്ങനെയാണ് ജനം ഇതറിയുന്നത്? അവിടെയാണ് ഈ പ്രതീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു വാക്കിൻ്റെ പ്രസക്തി വീണ്ടും വരുന്നത്. എന്നെ എങ്ങനെയാണ് താങ്കൾ അറിയുന്നത്? താങ്കളെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? മീഡിയത്തിലൂടെയാണ്. ആ മീഡിയത്തിൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു, എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നതിനെ ആസ്പദമാക്കിയായിട്ടായിരിക്കും. ആ പ്ലേസ് ചെയ്യപ്പെടാനുള്ള ബ്രില്യൻസിലായിരിക്കും ഒരുപക്ഷത്തെ ഒരാളെയോ ഒരു സംഘടനയോ എല്ലാം അറിയുക. യാഥാർത്ഥ്യമതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രശ്നങ്ങളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ക്യാമ്പയിൻ എടുക്കുന്നുണ്ട്, ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഏത് ന്യൂസ് സ്പേസിലാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച അവസരം കിട്ടുക? ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെപ്പറ്റിയുള്ള AR റഹീം എന്ന് പറഞ്ഞ CPM-ൻ്റെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFIയുടെ നേതാക്കന്മാർ, ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് എഴുതുകയുണ്ട്. ഞാൻ കണ്ടു അത് മീഡിയയുടെ മുമ്പിൽ സമരം ചെയ്യാൻ വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്, ക്യാമറ പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത ആളുകളെ അവർക്ക് വളരെ പെട്ടെന്ന് ആക്സെപ്റ്റൻസ് കിട്ടുന്ന, അതേസമയം ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ, അതിവിചിത്രമായിട്ടുള്ള സാധനം ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഒരു തോന്നൽ ഇതാണ്, ഇത് ഇത്രയധികം
നിങ്ങളീ പറയുന്ന നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ടെലിവിഷൻ്റെ മുമ്പിൽ അതിഭീകരമായ മുദ്രാവാക്യം 15-20 മിനിറ്റോടുകൂടെ പരിപാടി കഴിഞ്ഞു കേരളം മുഴുവൻ ആൾക്കാർ കാണുന്നു. നിങ്ങൾ 24 മണിക്കൂറും എന്നോണം ഈ പലതരത്തിലുള്ള വെർട്ടിക്കലുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എത്ര സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത്? അത് അത്ര എത്രത്തോളം അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്? ഒന്ന്, പ്രതീതി നിർമ്മാണത്തിലും ഈ പറയുന്ന പ്രചരണോപാധികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, അതിനെ കുറച്ച് കാണുന്നില്ല. അതിലും നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടണം, കൂടുതൽ ശ്രദ്ധിക്കണമെന്ന കാര്യത്തിലും തർക്കമില്ല. അത് DYFI ആയാലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളായാലും ഇടതുപക്ഷത്തിലെ വ്യക്തികളായാലും ഒക്കെ തന്നെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളായാലും തീർച്ചയായും അക്കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക തന്നെ വേണം. അതിൽ മാറി നിൽക്കലല്ല, ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിലുപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. എന്താണ് ഞങ്ങളുടെ USP? ഞങ്ങളുടെ കരുത്ത് എന്താണ്? ആ കരുത്തെന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു ന്യൂക്ക് ആൻഡ് കോർണറിലും ഞങ്ങൾക്ക് വിരൽ തൊട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കരുത്ത്, ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ കരുത്ത്. ഞാനൊരു ഉദാഹരണം പറയാം, വളരെ എളുപ്പത്തിലാണ്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും വളർന്നു വരാത്തതിൻ്റെ ഒരു കാരണം, ഒരുപാട് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പലരും പറഞ്ഞു കർഷക സമരം ഉയർന്നു വരുന്നു, എന്നിട്ടും അതെന്തുകൊണ്ട് പൊളിറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? ഇത് ഇവരുടെ വിഭജന രാഷ്ട്രീയം, ഈ പറയുന്ന ജീവിത ചെലവുകൾ ഉയരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ജനം എന്നിട്ടും വീണ്ടും എന്നൊരു ഇതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടന തുറക്കുന്ന ഓഫീസ് ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് കോൺഗ്രസിനുണ്ട്? ജില്ലാ കമ്മിറ്റി ഓഫീസുകളെങ്കിലും എത്ര അടുത്തുണ്ട് ഇന്ത്യയിൽ? DYFIയെ സംബന്ധിച്ച് നോക്കൂ. DYFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് 24 മണിക്കൂറാണ്. DYFIയുടെ 14 ജില്ലകൾ, അതിൽ 2 ജില്ലകളിൽ 2 ജില്ലയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും DYFIക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനമുണ്ട്. അങ്ങോട്ട് താഴോട്ട് യൂണിറ്റുകൾ വരെ നീണ്ടു നിൽക്കുന്ന ജൈവികമായ ജീവനുള്ളൊരു സംഘടനാ നെറ്റ്വർക്കുണ്ട്. ഈ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യം ഇല്ല എന്നുള്ളതല്ല, അത് വരേണ്ടതില്ല എന്നല്ല, അയ്യോ അത് ഞങ്ങൾക്ക് വേണ്ട എന്നല്ല, തീർച്ചയായിട്ടും അതിൽ. പക്ഷേ അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന, ഞങ്ങൾ ലൗഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയമാണ്. പക്ഷേ അപ്പുറത്തെ റൈറ്റും എക്സ്ട്രീം റൈറ്റും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഓളി അപ്പുറത്ത് കൂടുതലായിരിക്കും. അത് മാധ്യമങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോഴും അതിൻ്റെ ഓളിയും കൂടും. ഇനി ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരാൾ പറയാൻ തുടങ്ങുന്നു, എന്നെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ DYFIയോ ഒക്കെ ഒരാൾ ആക്രമിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ നോക്കുക ആരെല്ലാം ഏറ്റുപിടിക്കും? BJP അത് ഷെയർ ചെയ്യും. അത് ഒരു കോണ്ടൻ്റാകട്ടെ, ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻ്റാകട്ടെ, ആ കോണ്ടൻ്റ് ആരെല്ലാം ഷെയർ ചെയ്യും? ഇപ്പോൾ റഹീമിനെതിരായിട്ടൊരു കണ്ടൻറ്റ് വന്നു, അല്ലെങ്കിൽ CPIഎമ്മിനെതിരെ അല്ലെങ്കിൽ DYFIക്കെതിരെ ഒരു കണ്ടൻറ്റ് വന്നു, BJPക്കാർ ഷെയർ ചെയ്യും, ലീഗുകാർ ഷെയർ ചെയ്യും, അതീ പറയുന്ന കോൺഗ്രസ്സുകാർ ഷെയർ ചെയ്യും. ഈ റൈറ്റ്, സെൻട്രൽ റൈറ്റ് എന്ന് പറയാവുന്ന സോക്കോൾഡ് സെൻട്രൽ റൈറ്റ് മുതൽ അങ്ങോട്ട് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ കിടക്കുന്ന മുഴുവൻ പേര് അത് ഷെയർ ചെയ്യും. എക്സ്ട്രീം ലെഫ്റ്റും ചിലപ്പോൾ ഷെയർ ചെയ്യുന്നിരിക്കും. ഉണ്ട്, ആണല്ലോ, ആണ്. അപ്പോൾ ഞങ്ങളിതിനകത്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന എല്ലാവരെയും കൂട്ടിവെച്ചാലും അവർക്കൊന്നുമില്ലാത്ത ഹ്യൂമൻ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് താഴെ തലമുറയുണ്ട്. അതുകൊണ്ട് ഈ കനകുലു വന്ന സമയത്ത്, ഇപ്പോഴും കനകുലു ഒക്കെയാണല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണ്ണയിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞത് അവർക്കൊരു കനകുലുവാണുള്ളത്. ഞങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ബൂത്ത് സെക്രട്ടറിമാരും കനകുലുമാരാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു ബൂത്ത് സെക്രട്ടറിക്ക് അറിയാൻ പറ്റും അവിടെ എന്താ സംഭവിക്കും, അയാളുടെ അവിടുത്തെ രാഷ്ട്രീയ ജനിത ഘടനയെ അറിയാൻ കഴിയുന്ന ജൈവിക ബന്ധമുള്ള, ഇപ്പോൾ DYFIയുടെ യൂണിറ്റ് കമ്മിറ്റികൾ, അതിൻ്റെ ഭാരവാഹികൾ വീടുകളിൽ പോകുന്നവരാണ്, ജനകീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസമുള്ളത്. അത് വളരെ ജെന്യുവനായ ജൈവികമായ ഒരു ബന്ധത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നു. പ്രതി നിർമ്മാണം വേറെ സ്ഥലത്ത് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രതി നിർമ്മാണത്തെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് DYFI നിലനിൽക്കുന്നത് ചോദിച്ചാൽ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഈ മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നിങ്ങളെ മണ്ണിൽ ശരിക്കും ചവിട്ടി നിർത്തുന്ന ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ഹൃദയപൂർവ്വം പദ്ധതിയാണ്. ഇതെങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ തലയിലേക്ക് വരുന്നത്? എന്താണ് അതിൻ്റെ ഒരു മെക്കാനിസം? നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ? ആദ്യം വന്ന വഴി പറയാം. തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇതിൻ്റെ വലിയ നിലയിലുള്ള തുടക്കം. അത് ഹൃദയപൂർവ്വം എന്നുള്ള പദ്ധതിയും അത് സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായ മനുഷ്യർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. അതെ, അതാണ് ആ പദ്ധതി. വിശപ്പ് മാറ്റാനുള്ള പദ്ധതിയാണ്. ഞങ്ങൾക്കിതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, സ്പാർക്ക് കിട്ടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി. ഇപ്പോൾ വിളപ്പിൽശാല പ്രദേശത്തുള്ള ഒരു ചെറിയ സ്ഥാപനമുണ്ട്. കുറച്ചാളുകളെ മാത്രം, ഒരാൾ പെൻഷൻ പറ്റിയതിന് ശേഷം മറ്റോ അദ്ദേഹം നടത്തുന്നൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. അവിടെ കുറച്ച് അന്തേവാസികളൊക്കെ ഉണ്ട്, തെരുവിലലയുന്നവർ അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജൈവികമായ ബന്ധം, ഏതോ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടം സന്ദർശിക്കാനിടയായി. ഞങ്ങൾ അവിടുത്തെ യൂണിറ്റിലെ സഹാക്കൾ. അപ്പോൾ ഇയാൾ അവിടുത്തെ നടത്തിപ്പുകാരനെതിരെ കാര്യങ്ങളെല്ലാം പറയുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഭക്ഷണം എല്ലാ ദിവസവും ഇങ്ങനെ മുടങ്ങിപ്പോകാറുന്ന അവസ്ഥയെല്ലാം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കൂടി ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റി ഈ വിഷയം ഒരു ചർച്ചയായിട്ടെടുത്തു, അവിടുത്തെ കമ്മിറ്റി. എന്നിട്ട് അവർ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. ഒരു ദിവസം ഒരു യൂണിറ്റ് കമ്മിറ്റി എന്ന നിലയിലെടുത്താൽ അവർ ആവശ്യപ്പെടുന്ന ദിവസം വളരെ തുച്ഛമായ ആളുകളേ ഉള്ളൂ, 10, 12, 20 ആളുകൾക്കകത്തേ വരുള്ളൂ. ഇങ്ങനെ മാറി തിരിഞ്ഞിരിക്കും. അപ്പോൾ വരുമ്പോൾ നമുക്കത് കൊടുക്കാമല്ലോ. നമുക്ക് കൊടുക്കാൻ എന്താ പറയുക, അവർ പട്ടിണി കിടക്കേണ്ടതില്ല, ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനമെടുത്തവർ അറിയിച്ചു. ഇതൊരു സക്സസ് മോഡലായിട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു, വളരെ ചെറുതായിട്ട്. അതായത് ഈ 20 പേരുള്ള, പരമാവധി 20 പേരുള്ളതിലേക്ക് അവർ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം, ആവശ്യം പറയുന്ന സമയത്ത് ഭക്ഷണം അത് വാങ്ങിക്കുകയല്ല, പോയിട്ട് കളക്ട് ചെയ്യും. വീടുകളിൽ പോയി കളക്ട് ചെയ്യും. ആ വീടുകളിൽ കളക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾ വീട്ടുകാരോട് സംസാരിക്കണ്ടേ? ആ നേരത്തെ പോയി പറയും. അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് 10 പൊതിച്ചോറാണെങ്കിൽ എളുപ്പമല്ലേ. അപ്പം നമ്മുടെ തന്നെ പ്രവർത്തകരുടെ വീടുകളിലുണ്ടാവും, ഇല്ലെങ്കിൽ അപ്പുറത്തെ വീടുകളിൽ പോയിട്ട് പറയും, ചേച്ചി ചോറ്. തുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ആണോ? ഇത് ഡിവൈഎഫ്ഐ ആണ്. അവരുടെ വീടുകളിൽ നിന്നാണോ? അല്ല, ആവശ്യം വന്നാൽ പുറത്തുനിന്നും കൂടി തന്നെയാണ്, പുറത്തുനിന്ന് തന്നെയാണ്. ഇത് പൊതിച്ചോറ് ആളുകൾ എപ്പോഴും തരാൻ സന്നദ്ധമായ ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതെങ്ങനെ അറിയാം? അത് പലപ്പോഴും ഞങ്ങളുടെ എല്ലാം തന്നെ സമരങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ചോറുകൾ കളക്ട് ചെയ്യാറുണ്ട്. അത് പണ്ടും പലപ്പോഴും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ യൂണിറ്റ് കമ്മിറ്റി, നിങ്ങൾ നാട്ടുകാരുടെ ഭക്ഷണം സംഘടിപ്പിച്ച് ഭക്ഷണം കഴിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. നിങ്ങൾക്ക് മനസ്സിലായി, ചോദിച്ച ഭക്ഷണം തരും, ആളുകൾ ഭക്ഷണം തരും. പൈസ തരുന്നതിനേക്കാൾ സന്തോഷത്തോടെ ഭക്ഷണം തരുന്ന ആളുകളാണ്. അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ ഞങ്ങൾ ഇവരിതിനകത്ത് പോവുകയും, ഒന്നാമത്തെ കാര്യം, ഈ ആളുകളുമായൊരു ജൈവിക ബന്ധമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പറയുന്നൊരു പ്രവർത്തനം അവിടെ നടപ്പിലാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവിടെ നിന്ന് വന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് സഖാവ് സുരേഷ് ബാബു, ഇപ്പോൾ അയാൾ മലയങ്കര പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, വിശദീകരിച്ചു. അപ്പോൾ അങ്ങനെയാണ് അവിടെ നടന്ന പ്രവർത്തനം ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഞാനന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻറ്റും സാജു ജില്ലാ സെക്രട്ടറിയും. അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം വരികയാണ്. അപ്പോൾ ഈ സ്പാർക്കിൽ നിന്നുള്ള ആലോചനകളിലാണ്. ഇതേ സമയം തന്നെ മറ്റൊരു പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. അതും ഇതുപോലെയല്ല, വേറൊരു തരത്തിലായിരുന്നു. അവിടെ നഗരത്തിൽ ഈ ക്യാൻസർ ബാധിതരായി കിടക്കുന്ന പാലിയേറ്റീവ് രോഗികൾ, അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണം ഡിവൈഎഫ്ഐയുടെ മണ്ണന്തല മേഖലാ കമ്മിറ്റി ഇതുപോലെ കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഈ 2 അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് രണ്ടും ഒരേപോലെയാണ്, പുറത്തുനിന്ന് ശേഖരിച്ച്, ചെറിയ വോള്യമാണല്ലോ, അപ്പോൾ അനായാസം നടക്കും. ആവശ്യമുള്ളപ്പോഴെല്ലാം ഇവർ കൊണ്ടു കൊടുക്കുന്ന ഈ 2 പദ്ധതികളുടെ സ്പാർക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന ഹൃദയപൂർവ്വം എന്ന പദ്ധതിയിലേക്ക് കടക്കുന്നത്. ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് 2 ആശങ്കകളുണ്ടായിരുന്നു. ഒന്ന്, ഇത്രയും പൊതിച്ചോറ് കിട്ടുമോ? ഞങ്ങളത് ടാർഗറ്റ് ചെയ്യുന്ന പൊതിച്ചോറ് രസകരമാണ്, വെറും 300 ഓക്കെ. ഞാൻ ചോദിക്കുന്നത് 300 എവിടേക്കാണ്? അപ്പം നിങ്ങൾ ഈ 2 സ്ഥലങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രാദേശിക ജില്ലാ കമ്മിറ്റി എന്താണ് തീരുമാനിച്ചത്? മെഡിക്കൽ കോളേജ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഈ പദ്ധതിയെ ഒരു വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് മാത്രമല്ല, മറ്റ് മെഡിക്കൽ കോളേജുകൾ പോലല്ല. ആ ക്യാമ്പസിൽ തന്നെയാണ് RCC, ആ ക്യാമ്പസിൽ തന്നെയാണ് SAT, അമ്മയും കുഞ്ഞുങ്ങളുടെ ആശുപത്രി, ആ ക്യാമ്പസിൽ തന്നെയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആ ക്യാമ്പസിൽ തന്നെയാണ് ഡെൻ്റൽ കോളേജ്. വലിയ ക്യാമ്പസാണ്.
അപ്പോൾ വലിയ ഒരു ഫുട്ഫാൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വരുന്ന രോഗികൾ കൂട്ടിരിപ്പുക. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നമുക്ക് സഹായിക്കാം? അപ്പോൾ ഈ പദ്ധതി ഇവിടേക്ക് കൊണ്ടുവന്നാലെന്ത്? അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു 300 പൊതിച്ചോറാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സേവാഭാരതി നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്? അവർ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അവിടെ മറ്റ് ചില സന്നദ്ധ സംഘടനകൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ ആളുകൾ ചെയ്യുന്നുണ്ട്, കഞ്ഞിയെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെയല്ല ഈ പദ്ധതി വിഭാവനം ചെയ്യുക. എന്താണ് ഈ പദ്ധതിയുടെ വിജയം? അതാർക്കും പറ്റും, അതാർക്കും പറ്റും. രണ്ടുപേരും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡിവൈഫിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് നമ്പർ ഇടുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, കുറേ പൈസ ഇടാൻ പറഞ്ഞാൽ പൈസ പല വഴിക്ക് വരും. നമ്മളതെടുത്തിട്ട് ഒരു കുശനിക്കാരനെ വെച്ച് ഈ ബിരിയാണിയും കൊടുക്കാം, കഞ്ഞിയും കൊടുക്കാം, എന്തും കൊടുക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഏർപ്പാടേ അല്ല. ഒരു സെൻട്രൽ കിച്ചൺ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ പോവുക, മണ്ണിൽ ചോട്ടുക, ഹൗസ് ടു ഹൗസ്, വീടുകളിൽ പോയി സംസാരിക്കുക, എന്നിട്ടത് കളക്ട് ചെയ്യും, ഇത് കൊണ്ട് കൊടുക്കുക. ഇതാണ് ഈ ക്യാമ്പയിൻ. ആദ്യം ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ 300 300 ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ലീഡർഷിപ്പിലുള്ള മുഴുവൻ പേരുടെയും ഞങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ 300 കിട്ടുമോ എന്നുള്ളതായിരുന്നു. 300 ഇറങ്ങിയാൽ 300 കിട്ടും. അന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 300 അല്ല, 1000 1200 പൊതിച്ചോറ് എന്ന് കിട്ടി. അപ്പം നിങ്ങൾ വീടുകളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേരത്തെ പറയാം. ഇതിൻ്റെ സിസ്റ്റം ആദ്യത്തെ ദിവസം തന്നെ പറയാം. ആദ്യത്തെ ദിവസം വെച്ചാൽ ഞങ്ങൾ ആദ്യ ദിവസം ഇത് നടപ്പിലാക്കി ഒരു ദിവസമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 1200 എന്ന് പറയുന്നത് നിങ്ങൾ അമ്പരക്കാനുള്ള കാരണം, നിങ്ങൾ 300 നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. നിങ്ങൾ 300 വീടുകളോട് സംസാരിച്ചോ? 300 വീട്ടുകാരോട് സംസാരിച്ചോ? 300 200 ഒക്കെ വീടുകൾ, ഒരു വീട്ടിൽ 2 ചെറിയ പറയുക, അങ്ങനെ സംസാരിച്ചിരുന്നു, ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ 1200 കിട്ടി. ഇപ്പോൾ താങ്കളുടെ വീട്ടിൽ വരുന്നു, താങ്കളുടെ വീട്ടിൽ ഒരു പൊതിച്ചോറ് പ്രതീക്ഷിച്ചു, താങ്കളൊരു 3 തരുന്നു, എണ്ണം കൂടെയല്ലേ? ഏറ്റിരുന്ന ആളുകൾ നമ്പർ കൂട്ടിത്തരും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? ഞങ്ങളത് വലിയ തോതിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി. 1200 നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ആവശ്യക്കാരുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. ഞങ്ങൾ ഈ 300 കൊണ്ടുവരാൻ വേണ്ടി നിശ്ചയിച്ചത്, 300 കൊണ്ടുവരുമ്പോൾ 300 വാങ്ങിക്കാൻ ആളുണ്ടാകുമോ എന്ന സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എന്താ, മറ്റു പലരും കൊടുക്കുന്നുണ്ടല്ലോ. ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ എല്ലാ ആളുകളുണ്ടല്ലോ, അവിടെ എല്ലാം ക്യൂ ഉണ്ട്. പിന്നെ ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ ഇത്രയും വേണ്ടി വരുമോ? 1200 കൊണ്ടുവന്ന ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി അതും തികയുന്നില്ല എന്ന്. ആളുകൾ ഈ സ്നേഹത്തിനും ഈ പൊതിച്ചോറിനും വേണ്ടി വരുന്നുണ്ട്. ഇത് ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പെട്ടെന്ന് പിന്നീട് എണ്ണം കൂട്ടി ശേഖരിക്കണമെന്ന് അറിയിക്കുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 2000 മറ്റോ കൊണ്ടുവരുന്നു, അതും തികയാതെ വരുന്നു. മാത്രമല്ല, അത് 2000 ഇറങ്ങുമ്പോൾ കിട്ടിയതും കൂടുന്നു. അപ്പോൾ 2000 അല്ല, അതിൽ കൂടുതൽ കിട്ടും. നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് മനസ്സിലായി. ഇതൊക്കെ ഒരു പ്രചരണവും ഇല്ലാതിരുന്ന കാലത്ത് വളരെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധമാണ്. 1. 2, ജനങ്ങൾക്ക് DYFIയോട് ഇത്രയേറെ ആത്മബന്ധമുണ്ട്. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ സാർ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും, വിവിധ ജില്ലാ ആശുപത്രികളിൽ, വിവിധ താലൂക്ക് ആശുപത്രികളിൽ ഒക്കെ വ്യാപിക്കുന്ന വിധം ഈ പദ്ധതി വളരെ വിപുലീകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് കോടിക്കണക്കിന് പൊതിച്ചോറ് കൊടുക്കുന്ന സംഘടനയായി, കൊടുത്തു കഴിഞ്ഞ സംഘടനയായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ DYFI ഒരു ദിവസം കേരളത്തിൽ എത്ര പൊതിച്ചോറ് കൊടുക്കുന്നു? ±50,000, 50,000-ഓളം പൊതിച്ചോറ് ദിനം പ്രതി കൊടുക്കുന്നു. ഇത് വിശപ്പ് മാറ്റുന്ന മനുഷ്യർ. ഇതിനകത്തൊരു പ്രശ്നം ഗൗരവമായി കാണേണ്ട പൊളിറ്റിക്സ്. നേരത്തെ ചോദിച്ചല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച്. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നൊരു യൗവനം, ഒരു പുതിയ കാലം, പ്രത്യേകിച്ച് ന്യൂ ലിബറൽ കാലത്തെ യൗവനത്തെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ് എല്ലാ യുവജന സംഘടനകൾക്കും. പക്ഷേ ആ ഘട്ടത്തിലാണ് DYFI ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന യൗവനത്തെ, എല്ലാ സാമൂഹ്യ തിന്മകളുടെയും ബേസ് അരാഷ്ട്രീയതയാണെന്ന് കാണണം. വർഗീയവൽക്കരണമാകട്ടെ, ഇനി ഈവൻ മയക്കുമരുന്നാകട്ടെ, എല്ലാ വലതുപക്ഷ ചിന്താഗതികളുടെയും ബേസ് എന്ന് പറയുന്നത് അരാഷ്ട്രീയത. ആ അരാഷ്ട്രീയതയ്ക്കുള്ള മരുന്നായി കൂടിയാണ് DYFI ഈ ഹൃദയപൂർവ്വം പൊതിച്ചോറിനെ കാണുന്നത്. നിങ്ങൾ നോക്കൂ, ഫീൽഡിലേക്ക് പോവുകയാണ് ഈ ചെറുപ്പം, അവൻ ആർക്കു വേണ്ടിയോ ശേഖരിക്കുകയാണ്. അപ്പോൾ സ്വന്തമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകാനുള്ളൊരു മനസ്സ് ഉൽപ്പാദിപ്പിക്കുകയാണ്. എനിക്കിത് പോകേണ്ടെന്നുള്ളൊരു ബോധം അവൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് വരികയാണ്. ഇതെൻ്റെ ഉത്തരവാദിത്തം.
ആ ഉത്തരവാദിത്വത്തിലേക്ക് അവർ സ്വയം വളർന്നതുകൊണ്ടാണ്, അതിന് DYFIക്ക് സാധിച്ചതുകൊണ്ടാണ് DYFIക്ക് ഈ രൂപത്തിൽ ഈ പരിപാടി ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റ് പ്രതീതി ലഭിക്കുന്ന സോക്കോൾഡ് ആളുകൾ ഇതിന് പലരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതേപോലെ വേഗതയിൽ തിരിച്ചും കയറിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്തു പോയി ഇതിനൊരു സെൻട്രൽ എനിക്ക് അത് മനസ്സിലായി. അതായത് കുട്ടികളിത് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ഇറങ്ങി വീടുകളിൽ ചെന്ന് ഇവരിത് കളക്ട് ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ ഒരു ദിവസത്തെ ഒരു വർക്കായിരിക്കുമല്ലോ അല്ലേ അവരത് രാവിലെ. പല കമ്മിറ്റികളുടെയും ഒരു ജില്ലയിലെ കമ്മിറ്റികളുടെ എണ്ണം അനുസരിച്ചിരിക്കും. മേഖലാ കമ്മിറ്റികൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. ഓക്കെ. മേഖലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വില്ലേജ് ലെവൽ കമ്മിറ്റികൾ. ഓക്കെ. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 2 മേഖലാ കമ്മിറ്റികളായിരിക്കും പൊതുവിൽ സാധാരണഗതിയിലുണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിലുള്ള അത്തരം കമ്മിറ്റികളിൽ DYFIയുടെ യൂണിറ്റുകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീടുകളിൽ നേരത്തെ കൂട്ടി പറയുന്നു. അതായത് പൊതിച്ചോറ് വിതരണത്തിൻ്റെ ഭാഗമായി DYFIയുടെ ഒരു പ്രവർത്തകൻ ഏറ്റവും കുറഞ്ഞത് 3 തവണ അവൻ്റെ പ്രദേശത്തെ വീടുകളിൽ ഫ്ലാറ്റുകളിൽ പോകാതെ ഇത് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നേരത്തെ കൂട്ടി പറയാൻ വരണം. ഇപ്പോൾ കലണ്ടറിൽ എൻ്റെ മേഖലയുടെ ഡേറ്റ് നേരത്തെ കൂട്ടി എനിക്കറിയാം. ഒരു കലണ്ടറുണ്ട്. അപ്പോൾ കലണ്ടറിൽ എനിക്കറിയാം എൻ്റെ മേഖലയുടെ ഡേറ്റ് എന്നാണ്. അപ്പോൾ അതിനും നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് യോഗം ചേർന്ന് പ്ലാൻ ചെയ്ത് ഫീൽഡിൽ പോവുകയാണ്. ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ വന്ന് പറയണം, സാറിൻ്റെ വീട്ടിൽ ഇന്ന ദിവസമാണ് പൊതിച്ചോറ്, ദയവായി തരണം. അപ്പോൾ എഴുതിയെടുക്കും, ഇത്ര പൊതിച്ചോറ് തരാം. ശരി. അത് കഴിഞ്ഞാൽ പിന്നീട് അത് ഓർമ്മിപ്പിക്കാൻ പോകണം. തലേ ദിവസം ഏറ്റവും കുറഞ്ഞതാണ്. 3ാമത് കളക്ട് ചെയ്യാൻ പോയാലേ വിട്ടുള്ളൂ. ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതെ വരുന്നത്. ഇതിലൂടെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ സന്നദ്ധമായൊരു യൗവനത്തെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു യൗവനത്തെ, ഒരു ഹ്യൂമൻ റിസോഴ്സിനെ, മാനവ വിഭവത്തെ ഞങ്ങൾ രൂപപ്പെടുകയാണ്. അത് DYFIയുടെ സംഘടന എന്നുള്ള നിലയിൽ മാത്രമാണ് ഉണ്ടാകുക. കേരളത്തെ നിലനിർത്താനുള്ള ഇത് ഈ ഒരു എക്സസൈസ് ഇടതടവില്ലാതെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DYFIക്കാരുടെ നമ്പർ എടുത്ത് വെച്ചാൽ അത്യാവശ്യം വന്ന് വിളിക്കാം എന്നൊക്കെ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ പരിചയമുള്ളവരുടെ DYFIക്കാരുടെ നമ്പർ എഴുതി. കോവിഡ് സമയത്ത് അത് ബോധ്യമായിരുന്നല്ലേ. പോട്ടെ, ഏറ്റവും കൂടുതൽ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അവിടെ രാത്രിയിൽ, പാതിരാത്രിയിൽ ആ ദുരന്തഘട്ടത്തിൽ അവിടെ ഫീൽഡിലേക്ക് എത്തിയതാരാ? DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ്, അന്ന് ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിലുള്ള DYFI സഹകരണ ഉരുൾപൊട്ടലുണ്ടായ സ്പോട്ടിലേക്കാണ്. അവിടെ ഈ മൃതശരീരങ്ങൾ ഇങ്ങനെ നിലമ്പൂരേക്ക് ചെന്നടിയുമ്പോൾ പുഴയിലേക്ക് ഇറങ്ങി ഒഴുകി നടന്ന മൃതശരീരങ്ങൾ തേടി നടന്ന, ആ കുത്തൊഴുക്കിൽ തേടി നടന്ന ചെറുപ്പക്കാരായിരുന്നു. ഒരാഹ്വാനവും കേൾക്കാതെയല്ലേ. സനോജോ വസീഹു ഒരു ആഹ്വാനം ഇവിടെ നിന്ന് കൊടുത്തിട്ടല്ലല്ലോ ആളുകൾ പോകുന്നു. അപ്പോൾ ഈ സ്വയം സന്നദ്ധമാർന്ന ഈ സന്നദ്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്നദ്ധത വെറുതെ കടലാസ് കൊണ്ട് വായിച്ചാലും ഉണ്ടാവില്ലല്ലോ. അതുണ്ടാകുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അതുണ്ടാകുന്നത് വെറുതെ അല്ല. ഞങ്ങളുടെ ഈ പ്രൊളോങ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ക്യാമ്പയിനുകളിലൂടെയും അതിൻ്റെ ആകെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സെൻട്രിക്കായ പൊളിറ്റിക്സ്, മനുഷ്യ കേന്ദ്രീകൃതമായ രാഷ്ട്രീയം മനസ്സുകളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ പലതരത്തിലുള്ള സാധ്യതകൾ തേടുകയാണ്. ആ സാധ്യതകളിൽ ഒന്നാണ് ഈ പരാമർശിക്കപ്പെടുന്നത്. ഇതെന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടായ സെലിബ്രേഷൻ ദൈവികമായൊരു സെലിബ്രേഷനാണ്. ഞങ്ങളെവിടെയെങ്കിലും ഇതിനു വേണ്ടി വേറൊരു ഏതാ പറയുക ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങളെവിടെയും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയും പ്ലാൻ ചെയ്തിട്ടില്ല. ദൈവികമല്ല, ജൈവികം. ഞാൻ ദൈവികമല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ജൈവികമാണ്. അയ്യോ, വേറെ കാര്യമുണ്ട് ഇതിനകത്ത്, വേറെ കാര്യമുണ്ട്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് നിർവചനം മാറ്റിവെച്ചാൽ അതിലൊരു സ്പിരിച്വൽ എലമെൻ്റ് ഇല്ലാതെ പറ്റില്ല. മനുഷ്യർ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഏറ്റവും നിർമ്മലമായിട്ടുള്ള രാഷ്ട്രീയ ബോധമാണ്. അത് നമ്മൾ ദൈവികം എന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തന്നെയാണിത്. അതായിരിക്കാം. പക്ഷേ പ്രയോഗിക്കണ്ട. എന്റെ അഭിപ്രായം അല്ല, ദൈവമല്ല ഭക്ഷണം കൊടുക്കുന്നത്, അത് മനുഷ്യനാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്റെ അഭിപ്രായം ജൈവികമായ ഈ ബന്ധം ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളില്ല. അപ്പോൾ
യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വിവിധ സിനിമകൾ തന്നെ ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ഈ പ്രശ്നമാണ് കൈകാര്യം ചെയ്തത്. നിരവധി ലിറ്ററേച്ചറുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പുതിയ പദമായി വന്നിരിക്കുന്ന ബ്രെയിൻ റോട്ട് എന്നൊരു പദമാണ്. ബ്രെയിൻ റോട്ട് സ്ക്രീൻ അഡിക്ഷനാണ്. അപ്പോൾ ഇതൊരു ലോകത്തിൻ്റെ മുമ്പിലെ ഒരു ചലഞ്ചാണ്, ഈ തലമുറയുടെ ചലഞ്ചാണ്. ടെക്നോളജി ഔട്ട്ബ്രേക്ക് ചെയ്ത് വരുന്നൊരു കാലത്തെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലത്തെ ഒരു ചലഞ്ചാണ്. ആ ചാലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു നിരയെ നിങ്ങൾ അവിടെയാണ് പ്രശ്നം. അപ്പം പ്രശ്നം എന്താണ്, ഇപ്പോൾ ചെറുപ്പത്തെ തെരുവിൽ കിട്ടുന്നില്ല. അപ്പോൾ ഏത് യുവജന സംഘടനയോട് ചോദിച്ചാൽ പറയുകയാണ് ചെറുപ്പത്തെ തെരുവിൽ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ചെറുപ്പത്തെ അങ്ങനെ കിട്ടുന്നില്ല, ചെറുപ്പം ഇതിനൊന്നും വരുന്നില്ല. ഇതിനായി മാത്രമല്ല ചെറുപ്പം വരുന്നത്. അവനിത് വരണം, അവനൊരു കോസ് തോന്നണം, ഞാനിതിൽ വരേണ്ടതുണ്ട് എന്ന് അവൻ്റെ മൈൻഡ് കണക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അത് വെറുതെ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഒരു ഷോയിൽ ഉണ്ടാകുന്ന സാധനമല്ല. അത് തുടർച്ചയായ നൈരന്തര്യമുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സ്വാഭാവികമായി ലേൺ ചെയ്തും അതിലേക്ക് ആ ബോധത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ. അതിന് ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് DYFIയുടെ കരുത്ത്. ഇത് തന്നെയാണോ നിങ്ങൾ ഈ ആക്രി വറുക്കാൻ പോകുമ്പോൾ ഈ പിള്ളേരെ ഇതിനു വേണ്ടി പോകും? നിങ്ങൾ 2 പ്രാവശ്യമാണ് പിന്നെ വലിയ തോതിൽ പണം സംഘടിപ്പിച്ച് നാട് നേരിടുന്ന 2 പ്രശ്നങ്ങൾക്ക് സംഭാവന ചെയ്തത്. ആദ്യത്തേത് നടക്കുമ്പം റഹീമായിരുന്നു സംസ്ഥാന സെക്രട്ടറി. എന്തായിരുന്നു ഇങ്ങനൊരു ധാരണ? ഇത് എവിടുന്ന് വന്നതാണ് ഈ ഐഡിയ? ഈ ആക്രി വറുക്കുന്ന ഒരു പരിപാടി, അത് നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ്. അത് 3 പോയിന്റുകളിൽ എന്നുള്ളതിൻ്റെ കോവിഡിൻ്റെ സമയത്താണ് നിങ്ങളത്? കോവിഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൊടുക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ കമ്മിറ്റി കൂടാൻ പോലും പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എല്ലാവരും ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ ഈ സന്ദർഭത്തിൽ DYFI വലിയ തോതിൽ എങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ തുടർന്ന് വരുന്ന ഒരു രീതി എന്ന് പറയുന്നാൽ കൺവെൻഷണലായ ഒരു രീതി, എന്താ റെസിപ്റ്റ് എടുത്ത് പോവുക, പണം കളക്ട് ചെയ്യുക, അതാണല്ലോ തുടർന്ന് വരുന്നൊരു രീതി. അപ്പോൾ ഇതിപ്പോൾ റെസിപ്റ്റ് എടുത്ത് ആരുടെ മുമ്പിൽ പോകും? എല്ലാവരും ഡിസ്ട്രസ്ഡ് ആണ്. അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെയാണ് ക്രിയേറ്റീവായി മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ഓൾട്ടർനേറ്റീവ് മോഡലിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. അവിടെയാണ് റീസൈക്കിൾ കേരള എന്നൊരാശയം മുന്നോട്ട് വരുന്നത്. ആ ആശയത്തിൽ തന്നെയാണ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പുനരധിവാസത്തിലേക്ക് ഞങ്ങൾക്ക് വന്നത്. അന്ന് 11 കോടി. നിങ്ങൾ നോക്കൂ, അതിൻ്റെ ആത്മവിശ്വാസമാണ്. ഇപ്പോഴും 20 കോടിയാണ്. ഞാൻ അതിലേക്ക് വരാം. ഈ 11 കോടി എന്നുള്ളത് നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? നേരത്തെ ഇതിന് ഒരു ചെറിയൊരു തുടക്കമാണ്. നിങ്ങളുടെ ഹൃദയപൂർവ്വം പദ്ധതിക്കും പിന്നെ വിളപ്പിൽ ഒരു തുടക്കമുണ്ടായിരുന്നു. ഇങ്ങനെ റീസൈക്കിൾ കേരള എന്നുള്ളത് ഒരാശയമാണ്. ഇതിൻ്റെ അകത്ത് DYFIയുടെ പ്രവർത്തകന്മാർക്ക് വീടുകളിൽ ചെന്ന് ഈ സംഭവങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് ഇല്ല. അതുപോലൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഈ പലതരം സ്പാർക്കുകളിൽ നിന്ന് നമ്മളതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് കാലങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ തലയോറ പറമ്പിൽ DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു അന്ന് ഞാൻ. അന്നൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. പരിപാടി DYFI പൂർത്തീകരിച്ചൊരു വീടിൻ്റെ താക്കോൽ കൈമാറ്റാണ്. അത് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. അവിടെയും ഈ പറഞ്ഞൊരു കോംറേഡ്ഷിപ്പ്, ഹ്യൂമൻ ബീയിങ്, ഇതെല്ലാം വളരെ പ്രധാന, ഹ്യൂമൻ സെൻട്രിക് പൊളിറ്റിക്സ് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ജിഷ അന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട സമയമാണ്. അപ്പോൾ ഈ അടച്ചുറപ്പില്ലാത്ത വീടുകളൊരു പ്രധാന ചർച്ചാ വിഷയമായ സമയം. അപ്പോൾ നമ്മുടെ DYFIയുടെ ഒരു സഖാവ് തന്നെ, ഒരു വനിതാ സഖാവ് തന്നെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റി കൂടിയപ്പോൾ ഇതൊരു വലിയ ചർച്ചയായി. നമ്മുടെ ഒരു കുട്ടി തന്നെ, നമ്മുടെ ഒരു സഹോദരി തന്നെ ഇങ്ങനെ കിടക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് അവളുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കണമെന്ന് അവർ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിനുവേണ്ടി കൺവെൻഷണൽ മെത്തേഡിൽ പണം പിരിച്ചു. ഒരു ഘട്ടം എത്തിയപ്പോൾ പണം തീർന്നുപോയി. എന്നാൽ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്ന ആലോചന വന്നപ്പോൾ അവിടെ സഖാക്കൾ ചേർന്നിട്ട്, അത് നമ്മുടെ അവിടെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ഉണ്ട് ഇപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി, അപ്പോൾ അതിനരികിലാണ്. ഇവരെന്ത് ചെയ്തു, അവിടുത്തെ CITU സഖാക്കളോടെല്ലാം സംസാരിച്ചിട്ട് ഞങ്ങൾ കുറേ പത്രം കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ ഹോൾസെയിൽ റേറ്റിന് ഇതെടുത്തിട്ട് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാം, ഇടനിലക്കാരല്ലാതെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിത് ഈ മോഡലിലൂടെ നടപ്പിലാക്കി. ഇത് ഞാനവിടെ പോയപ്പോൾ മനസ്സിലായ കാര്യം, ഇത് ഭയങ്കര സ്പാർക്കായി എനിക്ക് തോന്നി. ഇതൊരു പുതിയ മോഡലാണല്ലോ, ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമല്ലോ. വീടുകളിൽ ചെന്നിട്ട് ആളുകൾ DYFIക്കാർ പേപ്പർ കളക്ട് ചെയ്തു. ആളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുക്കും.
ഇന്നതാണ് ഉദ്ദേശം എന്ന് പറയും. ഉദ്ദേശം എന്ന് പറയും. നിങ്ങൾ പൈസ തരേണ്ട, പകരം പേപ്പർ തന്നാൽ മതി, പഴയ പത്രം മാസിക തരിക, എന്നിട്ട് ഇവർ ഒരുമിച്ച് കൊണ്ടുപോയി കളക്ട് ചെയ്തത് കൊടുക്കും. ആ വീട് പണി നടത്താനുള്ള പൈസ അത് കിട്ടി, പൂർത്തിയായി. ഓക്കെ, പൂർത്തിയായി. അവർ കൺവെൻഷനലായിട്ടൊരു തുക പിരിക്കുന്നു, അതിനുശേഷം വന്ന കുറേ പണം പിരിക്കാൻ ഈ ഒരു മാതൃക അവർ ഉപയോഗിച്ചു അവസാനം. അങ്ങനെയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. താക്കോൽ ദാനത്തിന് ഞാൻ പോകുന്നു, താക്കോൽ കൈമാറാൻ ഞാൻ പോകുന്നത്. ഇതാണ് ഒന്ന്. രണ്ട്, ഇതിന് ശേഷം ആ സമയത്ത് പ്രളയം വരുന്നു. ഇപ്പോഴല്ല, അതിന് മുമ്പുള്ളൊരു പ്രളയം. ആ പ്രളയകാലത്ത് നമ്മുടെ 2 ബ്ലോക്ക് കമ്മിറ്റികൾ ഇതുപോലെ പഴയ പത്രങ്ങൾ ശേഖരിച്ചിട്ട് അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കണ്ടതും മറ്റത് ഞാൻ അല്ലാതെ അറിഞ്ഞതും അല്പം അകലെ നിന്ന് അറിഞ്ഞതുമായ 2 കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള DYFIയുടെ സംസ്ഥാന സെൻറ്ററിൻ്റെ ഒരാലോചനയാണ്, കൂടിയാലോചനയാണ്. ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റും ഇങ്ങനൊരു കാര്യം കേരളത്തിലെമ്പാടും. ഇതിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. പത്രം മാത്രമാണ് അവിടെയെങ്കിൽ ഞങ്ങളിതിനെ ആക്രിയാക്കി ഇതിനൊരു വലിയ ക്യാൻവാസാക്കി. ക്യാൻവാസാക്കിയിട്ട് ആ ക്യാൻവാസ് ഞങ്ങൾ ഇതെല്ലാം കൂടിയാലോചനകളിലൂടെ ഉണ്ടായ ഒരു ക്യാൻവാസാണോ, ക്യാൻവാസ് വരെ അങ്ങ് വലുതായി. അതിൽ ഇന്നത്തെ എന്തെല്ലാമാണ് DYFI ഉൾപ്പെടുത്തിയത് നോക്കൂ. ഒന്ന് ആക്രി ഇറക്കാം, പത്രം ശേഖരിക്കാം. കോവിഡ് സമയമാണ്, നിങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ്, നിങ്ങൾ പേപ്പർ, നിങ്ങളൊരു ആർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആർട്ട് ഞങ്ങൾക്ക് തരും, ഞങ്ങളത് ലേലത്തിൽ വെച്ച് വിട്ടോളാം. പടം വരച്ച് തന്നവരുണ്ട്, ബോട്ടിൽ ആർട്ട് ചെയ്തവരുണ്ട്, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി തന്നവരുണ്ട്. ഇനി ഏത് തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സും, ഇപ്പോൾ DYFIക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയുണ്ട്, അയാളുടെ ഒരു ദിവസത്തെ ഓട്ടം ഇതിനു വേണ്ടിയാക്കുക. അങ്ങനെ ബോർഡ് വെച്ച് കൊടുക്കുക. തടി ചുമക്കാൻ പോയവരുണ്ട്, ടാറിൻ്റെ പണി ചെയ്തവരുണ്ട്, വീടിൻ്റെ പെയിൻ്റ് അടിച്ചവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുക. ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി വലിയ വിലയ്ക്ക് വിൽക്കുക. ഉദാഹരണത്തിന് അന്ന് വലിയ പ്രതിസന്ധിയിലായ ഒരു മേഖലയായിരുന്നു കൈത്തറി. അപ്പോൾ ബാലരാമപുരത്തു നിന്നും മറ്റ് കൈത്തറി നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും വലിയ തോതിൽ ബൾക്കായിട്ട് കൈത്തറി സാധനങ്ങൾ വാങ്ങുക, വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് വിൽക്കുക. എവിടെ വിൽക്കുക? ജനങ്ങളുടെ വീടുകളിൽ പോകും. എന്നിട്ട് അവരോട് പറയും ഇത് ഇങ്ങനെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിതാ ഇതുവരെയാണ്. 100 രൂപയുടെ മുണ്ടാണ്, നിങ്ങൾ 200 രൂപ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഇതാണ് വില എന്ന് പറയുമ്പോൾ ആളുകൾ സ്വമേധയായി ഇങ്ങോട്ട് തരും. എന്നോടൊരു സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം രാവിലെ DYFIക്കാർ അയാളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മാമ ഞങ്ങളിവിടെ പുരയിടത്തിൽ കുറച്ച് വാഴക്കന്ന് വയ്ക്കാൻ പോവാണ്. ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഞങ്ങൾ വെച്ചോട്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ്, ചെയ്ത് കഴിയുമ്പോൾ പൈസ വേണം. അപ്പോൾ ഇദ്ദേഹം കൊടുത്തത് വാഴക്കന്ന് വയ്ക്കുന്ന എണ്ണിക്കൂലിയല്ല കൊടുത്തത്. ഈ കുട്ടികളിത് ചെയ്യുന്നത് കണ്ട്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായമാണല്ലോ, നല്ല പ്രായം ചെന്ന മനുഷ്യന്, വന്ന് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ തുക ഈ സംഭാവനയിലേക്ക് കൊടുത്തു വിടുകയാണ്. ഇത് വരുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ റെസ്പോൺസ് വേറൊരു തരത്തിലാണ്. ഇത് അങ്ങനെയാണ് പോയത്. ഇപ്പം ഞങ്ങൾ ലേലത്തിന് വെച്ച ബൈക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയൊരു ബൈക്ക് ഞാനിതാ തരുന്നു. ഇപ്പോൾ പഴയ ബുള്ളറ്റ്, ഇതെല്ലാം നല്ല ക്രൈസാണ്. വിവിധ ആൻറ്റിക് പീസുകൾ, അണിഞ്ഞ ജേഴ്സികൾ തന്ന കായിക താരങ്ങൾ, ചിത്രകാരന്മാർ, ഇങ്ങനെ പലതരത്തിൽ. ഇതിനെ നമ്മൾ കണ്ട ഒരു ചെറിയ മോഡൽ പേപ്പർ കളക്ട് ചെയ്ത് പണം സമാഹരിച്ചതിനെ ഞങ്ങളൊരു വലിയ ക്യാൻവാസിൽ വരച്ചു. എന്നിട്ട് ഈ ക്യാൻവാസിൽ ഭാവനകൾക്ക് പുറത്ത് പലതും കൂട്ടാമെന്നായി. എന്തും ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മൂന്നാറിലെന്ന് ഒരു കോളിഫ്ലവർ തോട്ടം, ആ തോട്ടം തന്നെ ഞങ്ങൾക്ക് തന്നു. ഞാൻ ഈ തോട്ടം നിങ്ങൾക്ക് തരുന്നു, നിങ്ങളിതിൻ്റെ വിളവെടുത്തോളൂ, ഇത് വിറ്റോളൂ. അപ്പോൾ ഇതൊരു ജനകീയ ക്യാമ്പയിനായി ഇതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞങ്ങളന്ന് ആദ്യത്തെ മോഡൽ റീസൈക്കിൾ കേരള കോവിഡ് സമയത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങളൊരു മാക്സിമം പോയാൽ 1-2 കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ 1 കോടി കളക്ട് ചെയ്ത് കൊടുത്താലും ഇറ്റ്സ് എ വെരി ബിഗ് തിങ് എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ ചിന്ത. കിട്ടിയത് 11 കോടിയാണ്. ഇപ്പോൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഈ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ DYFI ആലോചിച്ചത് 25 വീടുകൾ വെച്ച് കൊടുക്കാം. അതാണ്. പക്ഷേ അതിന് ഇറങ്ങിയപ്പോഴോ 100 വീടുകളുടെ തുക കിട്ടുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമില്ല. 20 കോടി രൂപ. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ജൈവികമായ വിശ്വാസമാണ്, ബന്ധമാണ്. ഈ ബന്ധവും വിശ്വാസവും ഉണ്ടാകുന്നത് വെറുതെയല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഇത് നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ സമൂഹത്തിനാകെ കൊടുക്കുന്ന നല്ല മെസ്സേജ് എന്താണ്.
ചെറുപ്പത്തെ ഇങ്ങനെയൊക്കെ വിന്യസിക്കല്ലേ വേണ്ടത്. നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അതെ, നിങ്ങൾ വിപ്ലവത്തെയും പോരാട്ട വീര്യത്തെയും ഒക്കെ നിങ്ങളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയൂലേ? അങ്ങനെ നിങ്ങൾ പറയാറില്ലേ? ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഇങ്ങനെ ചിരിച്ചങ്ങ് അതെന്തെന്നറിയാമോ? നമ്മൾ പ്രവർത്തിക്കുന്നത് DYFI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പരിപാടിയുടെയും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് വായിച്ചു നോക്കാത്തവരാണ് വിമർശിക്കുന്നവർ. അതിൽ വളരെ സ്പഷ്ടമാണെന്നില്ല. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടകലരുന്ന അതൊരു യാന്ത്രികമായ ഒരു സംഘടനയല്ല DYFI. ഒരു നേർരേഖയിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതല്ല, കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ, അതിൻ്റെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ, ആ ട്രെൻഡുകൾക്കിടയിലൂടെ തന്നെ അതെല്ലാം ആ ട്രെൻഡുകളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോഴും ഒരു ഹ്യൂമൻ സെൻട്രിക്കായ ബോധത്തെ, പുരോഗമന ബോധത്തെ, ജനാധിപത്യ ബോധത്തെ നിലനിർത്താൻ ഒക്കെ സാധിക്കുന്നൊരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ ഞങ്ങളല്ലേ കേരളത്തിൽ YLF ഇപ്പോൾ നടത്തി വരുന്ന YLF കേരളത്തിലെ നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. KLF മാതൃഭൂമിയുടെ ഫെസ്റ്റിവലോ ഒക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലെമ്പാടും നടക്കുകയാണ്. കേരളത്തിലെ ഓരോ ഓർഗനൈസേഷനും അത് സാധിക്കില്ല. DC ബുക്സിനും സാധിക്കില്ല, മാതൃഭൂമിക്കോ നാളെ ഹോർത്തൂസ് നടത്തുന്ന മനോരമയ്ക്കോ അത് സാധിക്കില്ല. ഒരു സ്ഥലത്തൊരു വലിയ ഈവൻറ്റ് നടത്താൻ കഴിയും. അപ്പം ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ 2 ചാപ്റ്ററുകളിലായി നടന്നു വരുന്ന പരിപാടി എന്ന് പറയുന്നതിൻ്റെ കൾമിനേഷൻ മാത്രമാണ്. കേരളത്തിലെമ്പാടും നടക്കുകയാണ്. അപ്പോൾ ഇതൊരു കൾച്ചറൽ എക്കോ സിസ്റ്റത്തെ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ. ഇങ്ങനെ കൊണ്ടുപോകാനുള്ള വളരെ സജീവമായ ഒരു ഇടപെടൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് DYFIയുടെ ഉത്തരവാദിത്വം. അതെല്ലാ കാലവും DYFI അത് നന്നായി നിർവഹിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വീകാര്യതയും താങ്കളെപ്പോലുള്ളവരെല്ലാം അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. താങ്കൾ പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് മനസ്സിലാകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം പൊതുവെ ലെഫ്റ്റിസ്റ്റ് ആണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലെങ്കിലും ലെഫ്റ്റ് പൊളിറ്റിക്സ് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകൾ കേരളത്തിലുണ്ട്. താങ്കളിപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഇതിൻ്റെ ഒരു ചെറിയ വേർഷനെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ റോൾ ഔട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ശ്രമം നടത്തുന്നുണ്ടോ? വിജയിച്ചതായിട്ട് ഞാൻ എന്തായാലും കണ്ടതായിട്ടല്ല എൻ്റെ തോന്നൽ. എന്താണ് അതിനുള്ള ഒരു പ്രതിബന്ധമായിട്ട് നിങ്ങൾ കാണുന്നത്? എന്തായിരിക്കും അതിനുള്ള പ്രതിവിധി? അതെ, ഓരോ സംസ്ഥാനവും ഒരു പ്രത്യേക യൂണിറ്റുകളാണ് ഞങ്ങളെ സംബന്ധിച്ച്. സാധ്യതകളുടെ കാര്യത്തിലൊന്ന്, രണ്ടാമത്തെ കാര്യം അവിടുത്തെ സാഹചര്യങ്ങളും വേറെയാണ്. ഈ പറയുന്ന മാതൃകകൾ ഞങ്ങൾ അതിനാദ്യപടിയായി ഇതിന് ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യപടിയായി എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും ഞങ്ങൾ ഈ മോഡലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനൊരു മാതൃക ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മാതൃക അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് നാളെ അതൊരു ആത്മവിശ്വാസമായി അവർ സ്വമേധയാ മുന്നോട്ട് വന്ന് അത് ഏറ്റെടുക്കുന്നൊരു ദിവസം വരും. ആ സാഹചര്യത്തിലേക്ക് അവിടുത്തെ സംഘടന വളരുകയും ചെയ്യും. ഈ വിജയിക്കപ്പെടുന്ന മാതൃകകൾ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുകയും ആഘോഷിക്കുകയും അവരത് അറിയുകയും ചെയ്യുമ്പോൾ അതെനിക്കാകാം എന്നൊരു തോന്നലിലേക്ക് അത് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ്, കാശ്മീർ സന്ദർശനത്തിനിടയിൽ മധുര MP ശ്രീ സു വെങ്കടേശൻ കോമ്രേഡ് എന്നോട് പറയുമായിരുന്നു, ഈ മാതൃക ഞാനൊരു ദിവസം വരുന്നുണ്ട്, ഇത് മധുരയിൽ നടപ്പിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഒരു ദിവസം DYFI സഖാക്കളോടൊന്ന് പറയണം. ഇത് അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് അദ്ദേഹം സ്വമേധയാ തോന്നുന്നൊരു കാര്യമാണ്, കൂടുതൽ മനസ്സിലാക്കി വരുന്നത്. ഇത് DYFIയിലും ഇതുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഘടകം ഇവിടെ വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിട്ടുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കേരളം പോലെ മറ്റൊരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കേരളത്തിലേതുപോലെ സുശക്തവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവരി ന്യൂക്ക് ആൻഡ് കോർണറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം അല്ല ഞങ്ങൾക്ക് അവിടെയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് DYFI ഇല്ല എന്നല്ല. അപ്പോൾ അവിടെ DYFI ഉണ്ട്. ആ DYFIക്ക് സാധിക്കുന്ന വിധം അവിടുത്തെ മറ്റൊരുപാട് അവരുടെ പ്രയോറിറ്റികൾ ചിലത് മറ്റു ചിലതായിരിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, തമിഴ്നാട്ടിൽ ഗംഭീരമായൊരു ക്യാമ്പയിൻ നടത്തി ഡ്രഗ്സിനെതിരെ നടത്തിയ ക്യാമ്പയിനിൽ ശ്രീ രജനികാന്ത് മുതൽ ഇങ്ങേറ്റം വരെ തമിഴ്നാട്ടിലെ ഇൻഡസ്ട്രിയിലെ എല്ലാ സാംസ്കാരിക നായകരെയും അവർ എൻ്റെ സിഗ്നേച്ചർ ക്യാമ്പയിനിലേക്കാണ് നിർത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ക്യാമ്പയിനുകൾ പലതരത്തിൽ അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതിക്കെതിരെ അവർ നടത്തുന്ന ക്യാമ്പയിൻ വളരെ സജീവമായ ക്യാമ്പയിൻ അവർ നടത്തി വരുന്നുണ്ട്.
അപ്പോൾ ക്രമേണ അവർ ഈ ബോധത്തിലേക്ക് എത്തും. തമിഴ്നാട് മാത്രമല്ല മറ്റു പല ഘടകങ്ങളും ഇതുപോലെ എത്തും. തീർച്ചയായും ഇപ്പോൾ ബംഗാളൊക്കെ എടുത്താൽ ബംഗാളിൽ മറ്റൊരുപാട് എക്സിസ്റ്റൻസിലുള്ള മറ്റൊരുപാട് രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നിരന്തരമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഏറ്റുമുട്ടലുകൾ, മർദ്ദനങ്ങൾ, ചെറുത്തീർപ്പുകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതല്ല കേരളത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം അല്ലാതെ. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പൊതിച്ചോറ് തന്നെ എടുത്തുനിന്നിരിക്കട്ടെ. പൊതിച്ചോറ് ശേഖരിക്കുന്നു, പൊതിച്ചോറ് തരുന്നു, അത് കൊടുക്കുന്നു. അത് കേരളത്തിലൊരു സെക്കുലർ അറ്റ്മോസ്ഫിയറിൽ നിന്നോട് കൂടി നടക്കുന്ന കാര്യമാണ്. എത്ര ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് കൊടുക്കുന്ന ഭക്ഷണം വാങ്ങാൻ അതാണ്. ഞാനിപ്പോൾ ചോറ് സാറിന് തന്നിരിക്കട്ടെ, അപ്പോൾ തന്നാൽ ഇത് ഏത് വീട്ടിൽ വെച്ച ചോറാണ് എന്നറിയാതെ. അല്ല, ഇവിടെയും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, എന്താണ് പിന്നെ മുസ്ലിം ഹോട്ടലിൽ കഴിക്കുമ്പോൾ അതെല്ലാം അതിനെതിരെ DYFI ശക്തമായി അന്ന് പ്രതികരിക്കാൻ ഇറങ്ങിയിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് ബീഫിനെതിരെ വലിയ ബീഫ് കഴിക്കും എന്ന് പറഞ്ഞിറങ്ങിയ സംഘടന DYFI അല്ലേ. അപ്പോൾ അത് ഇത്തരം ക്യാമ്പയിനുകൾ ഞങ്ങൾ പലതരത്തിൽ ഏറ്റെടുക്കും. മറ്റ് സ്ഥലങ്ങളുടെ സാഹചര്യം ഇതല്ല. അപ്പോൾ അവിടെ അവരുടേതായ മറ്റു ക്യാമ്പയിനുകളുണ്ട്, അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളുണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ രാജ്യസഭ MP കൂടിയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുമായിട്ടൊക്കെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഉത്തരേന്ത്യയിൽ ഒരു സ്ഥിതി? പൊതുവെ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ സെക്കുലർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മനുഷ്യർ ഈ സമ്പ്രദായത്തിനെതിരെ ഉണ്ടാകുന്ന വലിയ വെല്ലുവിളിക്കെതിരെ ചെറുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ? അവിടെയും ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെ സമയം തുടങ്ങി ഇങ്ങോട്ട് പിന്നെ ഈ അധികാര കുത്തകയ്ക്കെതിരെയുള്ള വലിയ സമരങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ ഇപ്പം നമ്മൾ ഒരു ശബ്ദവും കേൾക്കാറില്ല. ഉത്തർപ്രദേശിൽ നിന്നോ ബീഹാറിൽ നിന്നോ, ബീഹാർക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വലിയ വിളനിലമായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എന്തൊക്കെ ആവരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ജാതിയുടെ ഭീകരമായിട്ടുള്ള അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയ്ക്കും രാജ്യസഭാംഗം എന്ന നിലയ്ക്കും താങ്കൾ നടത്തുന്ന ഉത്തരേന്ത്യയിൽ നടക്കുന്ന യാത്രകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉത്തരേന്ത്യയുടെ ചിത്രം എന്താണ്? അല്ല, അവിടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കർഷക പ്രക്ഷോഭങ്ങളുടെ പ്രഭവകേന്ദ്രം എന്ന് പറയാനാകില്ല അത്. പക്ഷെ കർഷക പ്രക്ഷോഭങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നേരത്തെ DYFIയുടെ കാര്യം പറയാം, അതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുണ്ട്. കാരണം അതൊരു എപ്പൊളിറ്റിക്കലായിട്ടുള്ള മൈറ്റ് അത്യാവശ്യം പ്രയോഗിക്കാൻ അറിയാവുന്ന കൃഷിക്കാരുടെ അതിനും പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സത്യത്തിൽ ഭയമാണ്. അവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുപോലെയല്ലല്ലോ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അത് എത്രത്തോളം സജീവമാണ്? അല്ല, നിങ്ങളീ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ കർഷക സമരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി പകർന്നു വന്ന നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടന്ന ലോങ് മാർച്ചാണ്. അത് ഈ പറഞ്ഞ സംഘടിത അതാണ് കർഷക സ്വഭാവത്തിൽപ്പെട്ടതല്ല. അല്ലാതുള്ള അസംഘടിത കർഷക തൊഴിലാളികൾ തന്നെയാണ്. അതിൽ കൂടുതലും ആദിവാസി വിഭാഗത്തിലൊക്കെ പെട്ട ദുർബലമാണ്. ഇതും കർഷകർ തമ്മിൽ വ്യത്യാസമുണ്ട്, കർഷക സംഘടനകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കർഷകർ തമ്മിൽ വലിയ വ്യത്യാസം. പക്ഷേ സംഘടന ഈ പറയുന്ന താങ്കൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു പൊളിറ്റിക്സ്, ഒരു ആന്റി ലിബറൽ, അതായത് ഈ ജനജീവിതം ദുസ്സഹമാക്കുന്ന നയങ്ങൾക്കെതിരായ ഒരു സമരം, അതൊരു രാഷ്ട്രീയ സമരമാണ്. അതിനകത്ത് കോസ് രാഷ്ട്രീയം തന്നെയാണ്, മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് ഈ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് അർത്ഥമില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളെ ഇതെല്ലാം തെറ്റാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണ്, ഞങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്നതെന്ന് അറിയാത്ത ജനങ്ങളല്ല. പക്ഷേ ഇവരെല്ലാം നിരന്തരമായി പൊളിറ്റിക്കലൈസ് ചെയ്യാനും ഇവരെ ഓർമ്മപ്പെടുത്താനും ഇനി ഈ സാഹചര്യത്തെ എൻകാഷ് ചെയ്യാനും പറ്റുന്ന BJPക്കെതിരായ ഒരു രാഷ്ട്രീയ സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇവിടെ രാഷ്ട്രീയ സംവിധാനം ഇരിക്കുന്നത്. എനിക്ക് തിരിച്ചു ചോദിക്കാം. അല്ല, അതേ പറയാം. അതല്ല, CPM-ന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഞങ്ങളുടെ ഉള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ശക്തമാണ്. അതെന്തുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ? അല്ല, ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ CPM-ന്റെ രാഷ്ട്രീയ ശക്തി പരമാവധി സ്വന്തം നിലയ്ക്ക് ശക്തി വേദിപ്പിക്കണം എന്ന് തന്നെയാണ് തുടർച്ചയായി ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസുകളുടെ ഞങ്ങളുടെ ധാരണ. ഒപ്പം BJP ഗവൺമെൻറ്റിനെ, നവഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ ജനാധിപത്യ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫോമുകൾ ഉണ്ടാവുകയും വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്.
അതിനൊരുപാട് പലതരത്തിലുള്ള സാമൂഹ്യമായ അല്ലെങ്കിൽ ചരിത്രപരമായ ഒട്ടേറെ പ്രതിബന്ധങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പണം ഡ്രൈവ് ചെയ്യുന്ന വലിയൊരു കാര്യമായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാനിപ്പുലേഷൻസും മാറി. ഒരു വലിയ ഇവൻ്റാണ്, നമ്മളത് വിചാരിക്കുന്നത് പോലെയല്ല. അപ്പോൾ രാജ്യസഭയിലും ലോകസഭയിലും പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള എം പിമാരുടെ സാമ്പത്തിക ഘടന എന്താണ്, അവരുടെ വർഗ സ്വഭാവം എന്താണ്? നിങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ മൊത്തം എടുത്താൽ ലോക്സഭ തന്നെ എടുക്കൂ, നിയമസഭകളെടുക്കൂ, അവിടെയെല്ലാം വിജയിച്ചു വരുന്നവരുടെ ഒരു വർഗഘടന എന്താണ്, വർഗ സ്വഭാവം എന്താണ്? അപ്പോൾ അങ്ങനെ ഒരു വലിയ കാര്യങ്ങളോട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം CPIMനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അംഗത്വത്തിൽ വർധനമുണ്ടാക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പരമാവധി ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ചോദ്യം അതല്ല. അങ്ങ് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെയാണല്ലോ, കൺസേൺസിനെ കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്. അപ്പോൾ തീരെ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല, അവിടെ ഉണ്ട്. BJPക്കെതിരായൊരു വികാരം ശക്തമാണ്, ജനങ്ങൾക്കിടയിൽ അതുണ്ട്, വർത്തമാനങ്ങളതുണ്ട്. പക്ഷേ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. ജനങ്ങളെ, ഈ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെല്ലാം വിവിധ കമ്പാർട്ട്മെൻറ്റുകളിലാക്കാൻ നടത്തുന്ന ഡിവൈസീവ് പൊളിറ്റിക്സ്, അതാണ് അവരുടെ ഒരായുധം. രണ്ടാമത്തെ ആയുധം പണമാണ്. മൂന്നാമത്തെ ആയുധം അവരുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആ മൂന്നാമത് പറഞ്ഞ ഭാഗത്തോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു സംഘടന എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം BJP ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ശ്രീ റഹീമിനെ കുറിച്ചുള്ള, നിങ്ങൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പിന്നെ രാജ്യസഭയിലേക്ക് പോകുന്നത്. ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശേഷം. ഓക്കെ. അന്നാണ് നിങ്ങളുടെ രാജ്യസഭാ പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു ട്രോള് ഇറങ്ങുന്നത്, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ. അപ്പോൾ കേരളത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ അവസാനത്തെ DYFIക്കാരനെ വരെ മണ്ണിൽ ചവിട്ടി നടത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഒരു മനുഷ്യനെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ലോക്സഭയിൽ രാജ്യസഭയിൽ മുറിഞ്ഞ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എന്ന നിലയിലാണ്. എന്താണ് അത് സംഭവിച്ചത്? അതെന്തായിരുന്നു? അല്ല, അതിൽ ആദ്യം ഒരു കാര്യം പറയാം. ഞാനിത് സംബന്ധിച്ച് നടത്തുന്ന ആദ്യത്തെ പ്രതികരണമാണിത്. ഞാനിങ്ങനെ ഒരു പ്രതികരണം ഒരു പ്ലാറ്റ്ഫോമിൽ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കത് അതിൽ വലിയ സന്തോഷമുണ്ട്. ആ ചോദ്യത്തോട് ഒരു അവസരം കിട്ടിയല്ലോ പ്രതികരിക്കാൻ എന്നുള്ളതാണ്. അതിലൊന്ന്, ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ അങ്ങനെ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് ഞാനൊരു അതുല്യ പ്രതിഭയാണെന്ന് എവിടെയും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. ഞാനൊരു ഭാഷാ പണ്ഡിതനാണെന്നും വ്യക്തിപരമായി ഞാനെവിടെയും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. എൻ്റെ യൂസേജിൽ അധികമൊന്നും വരാത്ത, ആവശ്യമില്ലാതിരുന്ന ഒരു ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. എൻ്റെ യൂസേജിൽ മലയാളം എനിക്ക് സഫിഷ്യൻ്റ് ആയിരുന്നു. പരീക്ഷയിൽ എഴുതാനും പഠിക്കാനും ഡിഗ്രിയിലും LLBക്കും വരുമ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ഉപയോഗിക്കേണ്ടി വരുന്നതിനപ്പുറത്ത് എൻ്റെ ഒരു നീഡ് ആയിട്ട് ഇംഗ്ലീഷ് വന്നിരുന്നില്ല. അത് DYFIയുടെ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പറഞ്ഞ് DYFIയുടെ ഉത്തരവാദിത്വം എൻ്റെ അടുത്ത് ഡൽഹിയിൽ പോയപ്പോൾ മുതലാണ് അതൊരു നീഡായി എനിക്ക് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യാനും തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ആ ലാഗ് എവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഷാ പ്രയോഗത്തിൽ എൻ്റെ ആത്മവിശ്വാസം ഇംഗ്ലീഷിൽ എനിക്ക് അപ്പോൾ കുറവും തന്നെയായിരുന്നു. അപ്പം ഞാനത് സ്വയം തീരുമാനിച്ചൊരു കാര്യമുണ്ട്, അതിനെ തീർച്ചയായിട്ടും അതിനെ ഡെവലപ്പ് ചെയ്യുക, അത് ലേൺ ചെയ്യുക, കുറേ കൂടി നന്നായിട്ട് മെച്ചപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഈ ട്രോളിന് വിധേയമായത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്. വളരെ രസകരമായ കഥയാണത്, അതും യഥാർത്ഥത്തിൽ പറഞ്ഞു പോകേണ്ട കാര്യമാണ്. ആ വീഡിയോ ഞാൻ അഭിമാനത്തോടെ എൻ്റെ ഫീൽഡിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ്. അതന്ന് ആഘോഷിക്കപ്പെട്ട ചർച്ചയുമായിരുന്നു. എന്തുകൊണ്ട്? അന്ന് വളരെ യാദൃച്ഛികമായി ഏക സിവിൽ കോഡിൻ്റെ ഒരു സ്വകാര്യ ബിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു BJP MP രാജ്യസഭയിൽ കൊണ്ടുവരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ്. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ രാവിലെ ലിസ്റ്റിലുണ്ട്. സാധാരണഗതിയിൽ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ അയാൾ പിൻവലിച്ചിട്ട് പോകും. ഇല്ല, അന്നതല്ല, അന്ന് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ മുമ്പോട്ട് വരുന്നു. ഇതറിയാമായിരുന്ന, ഇതിൽ സംശയം തോന്നിയ ഞങ്ങളെല്ലാവരും ഒന്ന് കത്ത് കൊടുക്കുന്നു. ഞാനന്ന് രാജ്യസഭയിലെത്തി കുറച്ച് നാളെ ആവുന്നുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം ഇത് കൊടുക്കുന്നു. കാര്യം ഞാനെത്തി പിന്നെ സെഷൻ വരുന്നത് അപ്പോഴാണ്. 1 2 അതിൻ്റെ പരമാവധിയായ 3ാമത്തെയോ അല്ലെങ്കിൽ 2ാമത്തെയോ സെഷനിലാണ് ഈ സംഭവം. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ്.
അപ്പോൾ ഞങ്ങളിത് ഈ പ്രശ്നം രാവിലെ തന്നെ കത്ത് കൊടുക്കുന്നു. ഞങ്ങൾ കത്ത് കൊടുക്കുന്നു, DMK കത്ത് കൊടുക്കുന്നു, CPI കത്ത് കൊടുക്കുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കത്ത് കൊടുക്കുന്നു. കോൺഗ്രസ് കത്ത് കൊടുക്കുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് യൂണിഫോം സിവിൽ കോഡ് ആയിട്ടും ഒരൊറ്റ ഒരാൾ അതിനെതിരെ കത്ത് കൊടുത്തിട്ടില്ല. രാവിലെ സംസാരിക്കണം, ഇത് ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ സംസാരിക്കണം. അങ്ങനെയല്ല. ഇത് അവതരിപ്പിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ കൊടുക്കുന്ന നോട്ടീസ്. ഇത് അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അധ്യക്ഷന് ചട്ടപ്രകാരം ഞങ്ങൾ കത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസ് കോൺഗ്രസിന് ഇല്ല എന്ന് മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ഇത് എടുക്കുന്ന നേരത്ത് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ ഇതെങ്ങനെ സാറിന് എടുക്കാറില്ലല്ലോ. പ്രൈവറ്റ് മെമ്പർ ബില്ല് ഇത് രാവിലെ കത്ത് കൊടുക്കണമല്ലോ. ഞങ്ങൾ ഇത് എങ്ങനെ എടുക്കാതിരിക്കാന്ന് പറഞ്ഞാൽ കത്ത് കൊടുത്ത് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഉപേക്ഷിക്കുക. വോട്ടിലേക്ക് പോകാറില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ വോട്ടിലേക്ക് പോകാറില്ല. പക്ഷെ നോട്ടീസ് വേണം അവിടെ. നോട്ടീസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായ റുട്ടീനായി അത് നടന്നു പോകും. അപ്പോൾ ഞങ്ങളതിനെ എതിർത്തു, ഞങ്ങളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു. കോൺഗ്രസ്സുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല, കത്ത് കൊടുത്തില്ല മാത്രമല്ല, ആ സമയത്ത് സഭയിലുമില്ല. ഞങ്ങളെവിടെയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ നോട്ടീസ് കൊടുത്താൽ സഭാചട്ടങ്ങൾ പ്രകാരം ആ നോട്ടീസ് വായിക്കും, എന്നിട്ട് അയാളോട് പ്രസ് ചെയ്യുന്നു ഇല്ലയോ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങ് പോകുന്ന പതിവാണുള്ളത്. വേണ്ടി വന്നാൽ വോട്ടിലേക്ക് പോകും. അന്ന് ശ്രീ ജഗദീപ് ധൻഖർ ഇതുപോലൊരു മാറ്റർ ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ദിവസം. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ കീഴ്വഴക്കുണ്ടാക്കി. ഈ നോട്ടീസ് എന്ന എതിർത്ത ആളുകൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൽ നിങ്ങളുടെ ഫീലിംഗ് പറയാം. ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഒരു തയ്യാറെടുപ്പില്ല എന്നെ സംബന്ധിച്ച്. ഒരു തയ്യാറെടുപ്പില്ല. പക്ഷേ ഒരു തയ്യാറെടുപ്പില്ലായിരുന്നതിന് കൂടി വളരെ പെട്ടെന്ന് ഞാനൊരു പ്രസംഗം പെട്ടെന്ന് മനസ്സിലും കയ്യിലും പേപ്പറിലും പെട്ടെന്ന് തയ്യാറാക്കി വളരെ പെട്ടെന്ന് ഇവരാണ്. ഒരാൾക്ക് ഒരു 1, 2, 3 മിനിറ്റാണ് തരുന്നത്. അപ്പോൾ തനിക്ക് പെട്ടെന്ന് വിളിച്ചിരുന്നു. ഇതിനിടയിൽ വലിയ സംഘർഷഭരിതമായ അവസ്ഥയാണ്. ഞങ്ങൾ എണീക്കുമ്പോൾ ഇനി കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞ് BJPക്കാർ മന്ത്രിമാർ ഉൾപ്പെടെ മുഴുവൻ പേരും വിപ്പ് കൊടുത്തിരിക്കുകയാണ്. അവർ തയ്യാറാണ്. അപ്പോൾ ഒരു ബഹളം വയ്ക്കുന്നുണ്ട്, പ്രശ്നമാക്കുന്നുണ്ട്. അങ്ങനെ സംഘർഷഭരിതമായൊരു ദിവസം, പാർലമെൻറ്റിൽ കോൺഗ്രസ് ഒളിച്ചോടിയൊരു ദിവസം, രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നു. ആ പ്രതികരിച്ചത് CPIM-ഉം ഈ പറയുന്ന പാർട്ടികളും മാത്രമാണെന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ അസാന്നിധ്യം വലിയ വാർത്തയാകുന്നു. തൻ്റെ പ്രസംഗത്തിൽ ശ്രീ PV അബ്ദുൽ വഹാബ് എൻ്റെ കോൺഗ്രസ് സഹോദരങ്ങളെ ആരെയും ഈ നിർണായക ദിവസം കൂടെ കാണുന്നില്ല എന്ന് ഫ്ലോറിൽ പ്രസംഗിക്കുന്നു. ആ ദിവസം ഞാൻ അടുത്ത പ്രസംഗമാണ്. അതെന്ന് അഭിമാനത്തോടെ പങ്കുവെക്കുകയും ആ സാന്നിധ്യത്തെയും ആ പ്രതിഷേധ ശബ്ദത്തെയും വലിയ തോതിൽ അന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി മാസങ്ങൾക്ക് ശേഷം ഇതിനെ വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ ഒരു ട്രോളാക്കി ഇറക്കും. ആ ട്രോളിൽ ഈ പറയുന്ന ശബ്ദത്തെ കുറെ കൂടി ഇതാക്കുന്നു, കുറയ്ക്കുന്നു, ഇടുന്നു, ഇങ്ങനെ ഇറക്കിയിട്ട് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്ത് മാറ്റിയിട്ട് ഭാഷ മാത്രം എടുക്കുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിലേക്ക് ചെല്ലുന്ന സമയം മുതൽ തന്നെ ഈ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമെന്ന് തോന്നുന്നൊരു കാര്യം, അത് കൂടുതൽ പഠിക്കുന്നതിന് ഒരു മടിയുമില്ലാത്തൊരാളാണ് ഞാൻ. എൻ്റെ ഭാഷ എനിക്ക് ദൗർബല്യമുണ്ട് എന്ന തിരിച്ചറിവ്, എൻ്റെ ദൗർബല്യങ്ങൾ ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്കങ്ങനെ ഒരു ദൗർബല്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ദൗർബല്യം മാറ്റാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എനിക്ക് ആ ബാധ്യതയുണ്ട്. എനിക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മലയാളം വേണമെങ്കിൽ സ്വീകരിക്കാം, പാർലമെൻറ്റുള്ളിൽ മലയാളം സ്വീകരിക്കാം. പക്ഷേ അതല്ല, ഇത് എന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരവസരമായി ഞാനിതിനെ കാണും. ഇപ്പോഴത്തെ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുത്താൽ പഴയതിനേക്കാളും വളരെ മെച്ചപ്പെട്ടു വളരെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി. വിലയിരുത്തേണ്ടത് ഞാനല്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം വെറുതെ ഉണ്ടായതല്ല, കൃത്യമായ ശാസ്ത്രീയമായ ലേണിങ്ങിലൂടെ ഞാൻ ആർജിച്ചെടുത്തതാണ്. അത് പഠിക്കാനും അത് പോകാനും എൻ്റെ കുറവുകൾ ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കാനും ഒരു കാര്യമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രതീതി നിർമ്മാണമാണ്. ഇതൊന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു പ്രതീതി നിർമ്മിച്ചെടുക്കാനാണ് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറയാൻ അവരവിടെ ഇല്ല. അങ്ങനെ മാറുന്നവരാണ് ഒന്നിനും കൊള്ളാത്തവരായി ഞങ്ങളെ ചിത്രീകരിക്കുന്നത്. ഈ പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, BJPയുടെ ഇപ്പോൾ എന്നോട് BJPക്കാരാണ് അവർ ട്രോളുന്നത്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മലയാളം നേരെ സംസാരിക്കും. ഞാനതിന് വേറെ രൂപത്തിൽ പറയലല്ല. അത് ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കുന്നുവെന്ന് കരുതരുത്. പ്രശ്നം എന്താണ്? ഈ കല്ലെറിയുന്നവർ ബാക്കി പറയട്ടെ.
അല്ല അല്ല അതിൽ പൊളിറ്റിക്സ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഭാഷ എങ്ങനെ അത് AKG പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് അതാണ്. മേ ബി മൈ വേർഡ്സ് ആർ ബ്രോക്കൺ, ദ ട്രൂത്ത് ഐ എം ടെല്ലിംഗ് ഈസ് നോട്ട്. എൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിലാണ് ആത്മവിശ്വാസം. എൻ്റെ ഭാഷയിൽ അന്ന് എനിക്ക് ആത്മവിശ്വാസമില്ലാതിരുന്ന സമയത്തും എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസമാണ് ഞാൻ സാധാരണഗതിയിൽ കാണുന്നത്. ഈ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ SFIക്കാർക്ക് DYFIയിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസിഷനായിട്ടാണ് കാണുന്നത്. റഹീമിന് അങ്ങനെ അല്ലാത്ത, അതിൻ്റെ ഇടയ്ക്ക് നിന്നും ഈ പൊതുപ്രവർത്തനം നിർത്തി തിരിച്ചു വന്ന ഒരു ചരിത്രം. അത് SFIയിൽ DYFIയിൽ ഉണ്ട്. അത് SFIയിൽ നിന്ന് DYFIയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സമയത്തല്ല. SFIയിൽ നിന്ന് DYFIയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ SFI അവസാനിപ്പിച്ച് തിരുവനന്തപുരം ബാറിൽ പൂർണ്ണമായും പ്രാക്ടീസിൽ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിച്ചൊരു സമയമുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് അന്ന് DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഓക്കെ. പക്ഷേ പ്രാക്ടീസിൽ കൂടി ശ്രദ്ധിച്ചിരുന്നു ആ സമയത്തൊരു നിശ്ചിത കാലം. പിന്നീട് അതല്ല, പൂർണ്ണമായും DYFIയിൽ കേന്ദ്രീകരിക്കാൻ പിന്നീട് എന്നോട് പറയുകയും നിർദ്ദേശിക്കാൻ DYFI എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് പൂർണ്ണസമയം DYFI ആവുകയും ചെയ്തതാണ്. അതിനു മുൻപ് താങ്കളീ പരാമർശിക്കുന്ന ഭാഗം മാധ്യമപ്രവർത്തകനായി പോയപ്പോൾ അത് SFI ആയിരുന്ന സമയത്താണ്. SFI ആയിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തനമായി പോയത്. മാധ്യമപ്രവർത്തനം വലിയ ക്രേസ് ആയിരുന്നു. ഞാൻ ജേർണലിസം പഠിച്ചതുകൊണ്ട് ജേർണലിസം പഠിച്ചു. അന്ന് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്ന സമയത്ത് അന്ന് കേരള കൗമുദി അവരുടെ എഡിറ്റ് പേജിലേക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അന്ന് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹിക്കുന്ന ജോലിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനമാണ്. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനം നമുക്കൊരു സോഷ്യൽ ചേഞ്ചിനൊക്കെ പറ്റിയ വലിയൊരു ആയുധമാണ് എന്ന തെറ്റിദ്ധാരണ എന്നുണ്ടായിരുന്നു. ഞാൻ പിന്നീട് പോയി അങ്ങനെ മാധ്യമപ്രവർത്തകരായി. അപ്പോൾ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. കാരണം വേറൊന്നുമല്ല, നമ്മളീ പറയുന്നത് പോലെ നിരന്തരമായി എല്ലാ ദിവസവും പൊതുപ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വലിയ ഊഷ്മളതയിൽ നിൽക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു കഥയും അങ്ങനെ ഒരു ലോകവും എനിക്കുണ്ട്. മൈക്കിൻ്റെ പുറയിലല്ല മുമ്പിലാണ് നിൽക്കേണ്ടത് എന്നൊരാൾ പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഇന്നിപ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ്. എനിക്ക് വളരെ സ്നേഹവും, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനന്ന് കൈരളിയിലെ റിപ്പോർട്ടറായി തിരുവനന്തപുരം ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ മസ്കറ്റ് ഹോട്ടലിലൊരു പരിപാടി, ഞാൻ റിപ്പോർട്ടറായിട്ട് പോവുകയാണ്. കൈരളിയുടെ മൈക്കിലാണ്. അപ്പോൾ ഞാൻ അല്പം താമസിച്ച് ചെല്ലുന്നത്. ഇപ്പോൾ ക്യാമറമാൻ യൂണിറ്റുമായി ഓടിക്കയറുന്നു, ഞാൻ പിറകുന്ന ചെന്ന് കയറുമ്പോൾ ഇയാൾ സൈഡിൽ നിൽക്കണം. എന്നെ അങ്ങ് പിടിച്ചു, ബലത്തിന് പിടിച്ച് അങ്ങ് കോറിഡോറിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. എന്നെ അറിയാമല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കറിയാം ചേട്ടാ, എനിക്കറിയാം. ഇവിടെ സീനിയർ മാധ്യമപ്രവർത്തനം, ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ അടുത്ത പരിചയം. നീ എന്ത് പണിയാണ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ തിരക്കി കിടക്കായിരുന്നു. ഈ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നിന്നെപ്പോലത്തെ ഒരാൾ നീ എന്തിനാ ഇതെല്ലാം നിർത്തിയിട്ട് ഈ പണിയായിട്ട് ഇറങ്ങിയത്? നീ ഇതും പിടിച്ചുകൊണ്ട് എടുക്കേണ്ട ആളല്ല, ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളാണ്. അല്ല, ശരിക്കും എന്തിനാണ് ആ പണിക്ക് പോയത്? സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, ശമ്പളം കിട്ടേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വീട്ടിലങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അന്നൊരു വളരെ ചെറിയ ശമ്പളമായിരുന്നെങ്കിലും ട്രെയിനിങ് ആയിട്ടാണല്ലോ തുടങ്ങുന്നത്. പക്ഷെ അത് ഒരു ജോലിയും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേണം, ഒരു ഏണിങ്സ് ആവശ്യമുണ്ട് എന്നൊരു തോന്നലെന്ന് ഉണ്ടായ സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഈ വീട്ടിൻ്റെ പശ്ചാത്തലം വന്നെങ്കിലും അതൊരു ഇടതുപക്ഷ പശ്ചാത്തലത്തിലായിരുന്നു. അല്ല, കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന കുടുംബ പശ്ചാത്തലമുള്ളവരായിരുന്നു. ഞാനാണ് എൻ്റെ വീട്ടുകാരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റായി? പക്ഷേ നിങ്ങളായിട്ട് വേണമല്ലോ ബാക്കിയുള്ള വീട്ടുകാരെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിലവിൽ NSS കോളേജിൽ SFI ആകുമ്പോൾ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയപ്പോഴാണ്. ഞാൻ അങ്ങനെ പോയ സമയത്ത് വളരെ വൈകാരികമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഒന്നെന്ന് പറയുന്നത് വളരെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. എൻ്റെ കുടുംബം നല്ല റിലീജിയസ് ആയൊരു മുസ്ലിം പശ്ചാത്തലമുള്ള കുടുംബമാണ്. വളരെ റിലീജിയസ് ആയ മുസ്ലിം പശ്ചാത്തലമാണ്. പക്ഷേ ഒരു സെക്കുലർ ഫാബ്രിക്കുള്ള കുടുംബമാണ്. അങ്ങനെയായിരുന്നു, റിലീജിയസ് ആയിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ കോൺഗ്രസ്സിലാണ് വിശ്വാസം. കാരണം കോൺഗ്രസ്സാണ് പണ്ട് മുതൽക്കേ പരമ്പരാഗതമായി എന്ന നിലയിലാണ്. സെക്കുലർ മുസ്ലിമിൻ്റെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. ആകെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വീട്ടുകാർ, ഞാൻ വളരെ കുട്ടിക്കാലാണ്. എൻ്റെ കുടുംബം പറഞ്ഞാൽ എൻ്റെ മൂത്ത 2 സഹോദരിമാരും വളരെ എന്നെക്കാൾ നല്ല പ്രായം ചെന്നവരാണ്.
അപ്പോൾ എന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കാത്തിരുന്ന് കിട്ടിയ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് ഇവരെ ചേച്ചിമാരെ വെച്ച്. അപ്പോൾ ഇവരുടെ എല്ലാം വർത്തമാനത്തിലൊക്കെയുള്ളൊരു കാര്യം കോൺഗ്രസ്സാണ്. അപ്പോൾ വീട്ടിലെ രാഷ്ട്രീയ സോഴ്സ് ആണ് മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പത്രവായനയിൽ അതിന്മേലുള്ള കമൻറ്റിൽ ഒക്കെയുള്ള രാഷ്ട്രീയം പറച്ചിലുകൾ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ വീടിന് ചുറ്റിലും കമ്മ്യൂണിസ്റ്റ് വോട്ട് മുഴുവൻ ഒരു CPM നല്ല ആധിപത്യമുള്ള സ്ഥലമാണ്. പക്ഷേ എൻ്റെ വീട് കോൺഗ്രസ്സാണ്. അവരാകെ അരിവാൾ നോട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കോലിക്കുടൻ കൃഷ്ണൻ നായർ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അത് വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു വോട്ടാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് പിന്നീട് B. ബാലചന്ദ്രൻ ജില്ലാ കൗൺസിൽ മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ പിന്നെ പറഞ്ഞ അരിവാളിൽ വോട്ട് ചെയ്യുന്നത് ഞാൻ CPM ആയതിനു ശേഷമാണ്. ഇങ്ങനൊരു കുടുംബ പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ അവിടെ നിലവിൽ NSS സ്കൂളിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അതിനു മുമ്പ് 90കളുടെ തുടക്കത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറി. 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ച, കോൺഗ്രസ് ഒരു ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയ രാഷ്ട്രീയ ശക്തിയല്ല, അങ്ങ് പറഞ്ഞല്ലോ നാച്ചുറൽ ചോയ്സാണ് എന്നതിൽ നിന്ന് ഒരു സെക്കുലർ മുസ്ലിം കുടുംബങ്ങളിലുണ്ടായ കോൺഗ്രസിനോടുള്ള വിപ്രതിപത്തിയുടെ രാഷ്ട്രീയ ഉൽപ്പന്നം കൂടിയാണ് ഈ ഇരിക്കുന്ന ഞാൻ. അന്ന് ഞാൻ സ്കൂളിംഗ് ആണെന്ന് ഓർമ്മ വേണം, എൻ്റെ ഹൈസ്കൂൾ സമയമാണത്. പക്ഷേ ആ സമയത്ത് പോലും എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ വാപ്പ ഉമ്മയും സഹോദരിമാരൊക്കെ ഉള്ള ബന്ധുക്കളുമൊക്കെ വരുമ്പോഴുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഈ ആശങ്കയുണ്ടായിരുന്നു. കോൺഗ്രസ് ഇങ്ങനെയാണോ? കോൺഗ്രസ് സെക്കുലറിസത്തെ സംരക്ഷിക്കാൻ കഴിയില്ലേ? അപ്പോൾ അതിനു മുമ്പല്ല ഞങ്ങളുടെ മനസ്സിലുള്ള ഇതെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റിൽ പോകുന്ന മതേതരത്വത്തിൻ്റെ ചിഹ്നമായ കൈപ്പത്തിയാണല്ലോ. അപ്പോൾ അതല്ല എന്ന് റിയലൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു സെക്കുലർ മുസ്ലിം കുടുംബത്തിനകത്ത് കോൺഗ്രസിനോടുള്ള വിപ്രതിപത്തി രൂപപ്പെടുന്നതെന്ന് നേരിൽ കണ്ടൊരാളാണ് ഞാൻ. ഇതൊന്ന്. രണ്ട്, പോകുന്ന ക്യാമ്പസ്. ഇപ്പോൾ ഒരു പശ്ചാത്തലം എന്നെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമ്പസിൽ പോകുമ്പോൾ പിന്നെ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് KSUവിൻ്റെ മൃഗീയ ആധിപത്യമുള്ള ക്യാമ്പസാണ്. തുടർച്ചയായി KSU ഇരിക്കുന്നു. SFI എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മുതൽ കാണുന്നത് ക്രൂരമായതല്ലാണ്. അപ്പോൾ ഒരു ദിവസം ക്യാമ്പസിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിനകത്തേക്ക് ഒരു SFIയുടെ അനീഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ വന്ന് പ്രസംഗിക്കുന്നു ക്യാമ്പയിൻ. പുറത്തൂടെ ഒരു പ്രകടനം പോവാണ്. ഈ പ്രകടനം പെട്ടെന്ന് ദിശ മാറി ഒഴുകുന്നൊരു നദി പോലെ ഞങ്ങളുടെ ക്ലാസ് മുറിക്കകത്തേക്ക് കയറണം. ഈ അനീഷിനെ ലക്ഷ്യം വെച്ച് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെയാണ്, അവരൊക്കെ ചിഹ്നിച്ചിതറി. പ്രധാന ലക്ഷ്യമായിരുന്ന അനീഷിനെ തല്ലാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ആ വിദ്യാർത്ഥി ആ ക്ലാസ് മുറി ടീച്ചറുടെ മുമ്പിലിട്ടാണ്. ക്രൂരമായിട്ടാണ് KSU എന്ന് പറയുന്നത് ബീഭത്സമായി തല്ലുന്ന ആ തല്ലിനിടയിലും എഴുന്നേറ്റ് നിന്ന് മുട്ടു ചുരുട്ടി ഇൻകുലാബ് സിന്ദാബാദ് SFI സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അനീഷിനെ ഇപ്പോഴും എൻ്റെ കണ്ണിലെനിക്ക് കാണാം. അത് വളരെ വൈകാരികമായി പോകും. അവിടെ നിന്നാണ് ഞാൻ SFIയോടുള്ളൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് മൂമെൻറ്റിലാണ് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രണയിക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ ആ മുദ്രാവാക്യത്തിൽ നിന്നാണ്. അവിടെ വെച്ചാണ് SFIയോടുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വെച്ച് ആദ്യം കണ്ടു അവളെ എന്നൊക്കെ ചോദിക്കില്ലേ, അങ്ങനെ SFI എന്ന അവളെ ഞാൻ ആദ്യം കാണുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന SFIക്കാരൻ. ആ ഹീറോയിസത്തിൽ നിന്നാണ്. ആ ഹീറോയിസം അനീഷിലുള്ള ഹീറോയിസം അല്ല, അതൊരു പൊളിറ്റിക്കൽ ഹീറോയിസം. ആ ഹീറോയിസം ഇപ്പോൾ എനിക്ക് സഞ്ജീവിൽ കാണാം, ആ ഹീറോയിസം എനിക്ക് ശിവപ്രസാദിൽ കാണാം, ആ ഹീറോയിസം ഈ SFIയുടെ കൊടി പിടിക്കുന്ന ഓരോ വിദ്യാർത്ഥിയിലും കാണാം. അതൊരു അനുവചനീയമായ ഹീറോയിസമാണ്. ഒരു വശത്ത് കടുത്ത ക്രൂരത കാണുന്നു, മറ്റൊന്ന് അതിനോടൊരു ചെറുത്തുനിൽപ്പുണ്ടല്ലോ, അതിനോടൊരു കൗമാരക്കാരൻ പ്രീഡിഗരിക്കാരന് തോന്നുന്ന ആവേശം. ഇപ്പം അനീഷ് അധ്യാപകനാണ്, നല്ല സൗഹൃദമുണ്ട്, കാണാറുണ്ട്, വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആണ്, തീർച്ചയായിട്ടുമാണ് CPMൻ്റെ സജീവ പ്രവർത്തനമാണ്. അത് അദ്ദേഹം അധ്യാപകനാണ്, ബേസിക്കൽ അധ്യാപകനാണ്, ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ നിലവിൽ. ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെയാണ് ആ ക്യാമ്പസിൽ വെച്ച് തുടർച്ചയായി തല്ലുകൊള്ളുന്ന SFIക്കാരിൽ കണ്ടാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ ഉള്ള SFIയിലാണ് ഞാൻ SFIയുടെ ഭാഗമാകുന്നത്. പിന്നെയുള്ളത് അങ്ങനെയുള്ള യാത്രയും അങ്ങനെയുള്ള ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് SFIയിൽ കൂടുതൽ എന്നെ ഹുക്ക് ചെയ്ത് നിർത്തിയൊരു ഘടകം
എൻ്റെ ലോകം SFI ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ്, സജീവ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളെയല്ല ആ ഘട്ടത്തിൽ ഞാൻ. എന്നെ അങ്ങനെ നിർത്തണമെന്ന് എൻ്റെ വീട്ടുകാരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ വരാനുള്ള കാരണം എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എന്നെൻ്റെ പ്രസംഗിക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അതും ആ ക്യാമ്പസിൽ വെച്ചാണ്, നിലവിലെ NSS കോളേജിൽ വെച്ചാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് പ്രസംഗിക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കലാപരിപാടികൾക്കും ഞാൻ പേര് കൊടുക്കും, പക്ഷേ പ്രസംഗ മത്സരത്തിനൊരു കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാറ്റിനും മത്സരിക്കണം. ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട് ചെയ്യുന്നതാണ്, മിമിക്രി ചെയ്യില്ല, പക്ഷേ എങ്കിലും മിമിക്രിയും കൊടുക്കും. പാട്ട് പാടാൻ അറിയില്ല, അപ്പോൾ സംഘഗാനത്തിന് കൊടുക്കും, പദ്യപാരായണത്തിന് കൊടുക്കും, ഇങ്ങനെ എല്ലാറ്റിനും കൊടുക്കും, പക്ഷെ അപ്പോഴും പ്രസംഗത്തിന് കൊടുക്കില്ല. അത് പ്രസംഗിക്കാൻ എനിക്ക് തീരെ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. പക്ഷേ അത് റിയലൈസ് ചെയ്തൊരു നിമിഷം ആ ക്യാമ്പസിൽ വെച്ചാണ്. പിന്നെ ആ വരാൻ പോകുന്ന ഇലക്ഷൻ്റെ തൊട്ടടുത്ത ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനറായി ഞാൻ മാറി, പ്രധാന പ്രസംഗികനായി മാറി. KSU നല്ലൊരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, സാജൻ. അന്ന് PG മലയാളം വിദ്യാർത്ഥിയായിരുന്നു. PG മലയാളം വിദ്യാർത്ഥിയായ നല്ല പ്രായമുള്ള സാജനെതിരെ മീശ മുളച്ചു തുടങ്ങിയ ഒരു എന്നെ ഇറക്കി SFI. അന്ന് SFI ISF ചേർന്നായിരുന്നു, LDSF മൂവ്മെൻറ്റ്. അത്രയും നമ്മൾ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രസംഗം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന നിമിഷം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതെനിക്ക് സാധിക്കുമോ, എനിക്ക് പറ്റുകയാണ്, എനിക്കിപ്പോൾ ഇനി കൂടുതൽ പ്രസംഗിക്കണം, കൂടുതൽ വലിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗിക്കണം എന്നൊക്കെയുള്ള തോന്നൽ. നിലമേൽ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ. ഓക്കെ. അപ്പോഴേക്കും ഈ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പതുക്കെ സജീവമാകാൻ തുടങ്ങി. പ്രദേശത്തെ ക്ലബ്ബ്, പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി, യൂണിറ്റ് സെക്രട്ടറി. ഈ സമയത്ത് പ്രാദേശികമായി എന്നെ ലീഡർഷിപ്പിനിടയിൽ വിസിബിളാക്കിയത് പ്രധാനമായും അനൗൺസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അനൗൺസ് ചെയ്യും, പ്രസംഗം നടത്തും, അനൗൺസ്മെൻ്റ് നടത്തും. അപ്പോൾ അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ഈ റെക്കോർഡിംഗ് സാധനങ്ങൾ അന്ന് അധികം പ്രചാരത്തിലില്ല. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്ക് ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു, ശബ്ദവും നാക്കും ശബ്ദം. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഉപയോഗിച്ചു. അത് വലിയ ഹരമായിരുന്നു. അപ്പോൾ അതിങ്ങനെ പോവുക. അപ്പോൾ അതിനൊരു ഗുണമെന്ന് വെച്ചാൽ ബന്ധുക്കൾക്കിടയിലും എൻ്റെ തന്നെ വീട്ടിലും ഒക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും വേറൊരു പൊളിറ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്ന, അങ്ങനെയൊന്നും വരുന്നവർ കുറവായിരുന്നു. ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പഴയതുപോലെ. എനിക്ക് ചോദിക്കാൻ പാടണമെന്ന് എനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന CPMമാരൊക്കെ വളരെ കുറവായിരുന്നു. ആരെങ്കിലുമൊക്കെ കൈപിടിക്കാൻ ഉണ്ടായിരുന്നോ? ഇല്ല. ബന്ധുക്കൾ എൻ്റെ ബന്ധുലോകത്ത് അങ്ങനെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ വരാനായിട്ട് ഒരു, കാരണം SFI കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അവർ അടുത്ത കേഡറുകളെ ഐഡന്റിഫൈ ചെയ്യാൻ, അവർ കൈപിടിച്ച് കൊണ്ടു നടക്കാനും ഒക്കെ വളരെ ശ്രദ്ധയായിട്ടുള്ള. അത് കേഡർമാരെ കണ്ടെത്തുക, കേഡർമാരെ വളർത്തിയെടുക്കുക, അവരെ ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. അത് അനൗൺസ്മെൻറ്റ് മുതലുള്ള ഏത് ഉത്തരവാദിത്തമാണ് എസ്റ്റാബ്ലിഷ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാനതാ പറയുന്നത്, ഒരു മൂമെൻറ്റ് ഞാൻ ഓർമ്മിക്കുന്നതാണ്. ഞാൻ ഈ ക്ലാസ് മുറിയിലൊക്കെ പ്രസംഗിക്കുമായിരുന്നല്ലോ, പുറത്ത് പ്രസംഗിക്കുന്ന വളരെ രസകരമായിരുന്നു. ഇപ്പോൾ അവിടെ പ്രൊഫസർ R രമേശൻ നായർ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സാറ് നയിക്കുന്ന ഒരു കാൽനട ജാഥ, പൈലറ്റ് അനൗൺസ്മെൻറ്റ് ഞാനാണ്. അപ്പോൾ സാറിങ്ങനെ എൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്, ഈ ഫ്രണ്ടിൽ പോവാണല്ലോ. അപ്പോൾ ഒരിടത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അനൗൺസ് ചെയ്യുന്ന കാര്യം തന്നെ ഇനി പ്രസംഗിച്ചാൽ മതി, അടുത്ത കേന്ദ്രത്തിൽ താൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അനൗൺസറിൽ നിന്ന് പ്രസംഗത്തിലേക്കുള്ളൊരു പ്രൊമോഷനുണ്ടല്ലോ, അതൊരു പാർട്ടി ഏരിയ സെക്രട്ടറി, അത് വെറും SFI ആണ്. ഇങ്ങനെയുള്ള റെക്കഗ്നേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നമ്മളിപ്പോൾ കൂടുതൽ വായിക്കാൻ പഠിക്കാൻ, പ്രസംഗിക്കുന്നതിന് ഒരു വലിയ ഗുണം നമ്മൾ അപ്ഡേറ്റഡ് ആകാൻ നിർബന്ധിതരാകുന്നു. ഞാൻ നേരത്തെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഡൽഹി പോയില്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലീഷിൽ കൂടുതൽ പഠിക്കാൻ ഞാൻ ശ്രമിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്നതിൻ്റെ അർത്ഥം ഞാൻ കൂടുതൽ ആ ഏരിയ വായിക്കാനും പഠിക്കാനും അപ്ഡേറ്റഡ് ആകാനും ഞാൻ നിർബന്ധിതനാകും. അപ്പോൾ അങ്ങനെയാണ് എന്നിലെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടുതൽ രൂപപ്പെടുന്നത്. കൂടുതൽ വായിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ രാഷ്ട്രീയ ധാരണകൾ കൂടുതൽ ശക്തിപ്പെടും. അങ്ങനെയാണ് ഞാനെന്നല്ല ഏതൊരാളായാലും, ഞാൻ എൻ്റെ കാര്യം പറയുന്നതേ ഉള്ളൂ, അങ്ങനെയാണ് രൂപപ്പെട്ടത്. തീർച്ചയായും പാർട്ടിയാണ് എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് അത്യാവശ്യം നീണ്ടെന്ന് സംസാരിച്ച് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ DYFI സംഘടനയും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ടി പരിപാടിയിലുള്ള ഒരു പരിപാടിയിലേക്ക് ശരിക്കും
കൊണ്ടുവന്ന ആളുകളിൽ ഒരാളെന്ന നിലയ്ക്ക് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേരളത്തിൽ വളർന്നു വരുന്ന അതിഭീകരമായിട്ടുള്ള വർഗീയതയുണ്ട്, ജാതീയതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത മനുഷ്യരുടെ ഒരു, ഞാൻ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യമല്ല പറയുന്നത്, പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു 50+ ആയിട്ടുള്ള എൻ്റെ പ്രായത്തിലുള്ള മനുഷ്യരുടെ ഇടയിലൊക്കെയുള്ള അവരുടെ ഇന്നലകളെക്കുറിച്ചോ മിനിയാന്നുകളെക്കുറിച്ചോ യാതൊരു ധാരണയില്ലാത്ത വലിയ മനുഷ്യർ, വലിയ സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങളീ പറയുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള മനുഷ്യർ നിരന്നു നിന്ന് പച്ചവർഗീയത പറയുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്? അതൊരു പൊളിറ്റിക്സിൻ്റെ പ്രശ്നം മാത്രമല്ല, അതൊരു സെക്യുലർ ഡെമോക്രാറ്റിക് പൊളിറ്റി എന്നുള്ള കേരളത്തിൻ്റെ, നമ്മൾ ആ സ്പെക്ട്രം എടുത്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും RSPയും CPIയും ജനതാദളും ഒക്കെ ഉൾപ്പെടുന്ന, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സെക്യുലർ പൊളിറ്റിയും അതിൻ്റെ അപ്പുറത്തുള്ള, അതിൽ സാധാരണ മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത ഈ പച്ചവർഗീയതയുടെ ഒരു പൊളിറ്റിയും കേരളത്തിൽ ഉണ്ട്. അവരുടെ സ്പേസ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് എൻ്റെ കണ്ണിന്. നമ്മളിപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് പോലെ ഇപ്പോൾ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനമായിട്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു വോട്ട് എന്നുള്ളത് BJP സ്ഥാനാർത്ഥിയുടെ വോട്ടാണ്. അവർക്കൊരു സ്ഥാനാർത്ഥിയില്ലായിരുന്നു. തലേദിവസം പോയി അവരൊരു കേരള കോൺഗ്രസ്സുകാരനെ കൊണ്ടു നിർത്തുന്നു. അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്നു. 100 വോട്ടാണെങ്കിൽ 100 വോട്ട് അയാൾക്ക് കൂടുതൽ കിട്ടുന്നു. ഈ ഒരു പ്രശ്നത്തെ, അതൊരു CPMകാരൻ്റെ രാഷ്ട്രീയ പ്രശ്നം, ദാറ്റ് ഇസ് സംതിങ് എൽസ്. ഒരു DYFIക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് നിങ്ങളുടെ പരിപാടി? സുഗമമായ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യമാണെന്ന് നമുക്ക് കാണാനാകില്ല. വെല്ലുവിളികൾ കൂടുതലാണ്. എന്തുകൊണ്ട് വെല്ലുവിളികൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, RSSന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ അജണ്ടയുള്ളൂ. RSSൻ്റെ വിസിബിൾ മൂവ്മെൻറ്റുകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. എന്താണ് അവരുടെ ഇൻവിസിബിൾ മൂവ്മെൻറ്റ്, അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി? അത് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ബുൾഡോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം അവർ നടത്തുന്ന പ്രവർത്തനമല്ല, വളരെ തുടർച്ചയായി കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവം, കേരളത്തിൻ്റെ ശാസ്ത്രാവബോധം, കേരളത്തിൻ്റെ മതനിരപേക്ഷത, കേരളത്തിൻ്റെ ജാതിഭേദബോധം, ഇതിനെല്ലാം തകർക്കുക എന്നുള്ളതാണ്. അതിനെല്ലാം തകർക്കാൻ വളരെ സൂക്ഷ്മമായി, നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പലതരത്തിൽ യേശുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനെ ചെറുത്തു നിൽക്കാനുള്ള കരുത്ത് ഈ കേരളത്തിനുണ്ട്. അതെന്തുകൊണ്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, വെറുതെ ഒരു ആർത്ഥത്തിൽ മാത്രം പറയുന്നതല്ല, വെറുതെ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് പുറത്ത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഉദാഹരണം പറയാം. വേടന് കിട്ടിയ കയ്യടിയുടെന്ന് ഞാൻ ഉദാഹരണം പറയാം. ജനഗണമന എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാണ്. ആ സിനിമയ്ക്ക് തിയേറ്ററുകൾ എന്തുകൊണ്ട് കൈയടിച്ചു? കേരളത്തിൻ്റെ ഇപ്പോഴും ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ഇത്? എത്ര മാസ്ക് ചെയ്യാൻ ശ്രമിച്ചാലും എന്താണ് BJP വിൽക്കാൻ ശ്രമിക്കുന്നത്? പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലേക്ക് മടങ്ങിപ്പോകണം. അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ്. അതാണ് അവരുടെ പ്രൊഡക്റ്റ് ആണ്. അതിനെങ്ങനെ വേണോ ബ്രാൻഡ് ചെയ്ത് ഇട്ടോട്ടെ അവർ. പക്ഷേ വിൽക്കുന്ന സാധനം എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അൾട്രാ റൈറ്റ് പൊളിറ്റിക്സ്. നല്ല വിദ്യാഭ്യാസം നേടിയ, ഒരു മധ്യവർഗം കൂടുതലുള്ള, ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട പുരോഗമനപരമായ ഒരു ലോകം ആവശ്യമുണ്ടെന്ന് കരുതുന്ന, നമ്മുടെ പരമ്പരാഗതവും കൺവെൻഷനുമായ ചിന്താഗതികൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച്, അങ്ങനെ വേറൊരു ലോകത്തെ സ്വപ്നം കാണുന്നൊരു യൂത്ത് വളർന്നു വരുമ്പോൾ അവരുടെ പ്രയോറിറ്റിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന വലത് രാഷ്ട്രീയ ബോധം അടിച്ചു കയറുക? തീവ്രവലത് അത് ചേർന്ന് പോയില്ല. ഇതിലാണ് ഞാൻ കാണുന്നത്. അവരെത്ര വേണോ ഇളക്കിക്കൊണ്ട് വരട്ടെ, പക്ഷേ എവിടെ വന്നാലും അതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ വേടൻ്റെ പാട്ട്. അതുകൊണ്ടാണ് വേടനെ ഒരു രൂക്ഷമായ ആക്രമിച്ചത്. അവർക്കറിയാം ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന വേടനെ അവർ എതിർക്കുന്നതും ഇതേ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ടൂളുകളും ടേംസ് കൊണ്ടുകൊണ്ട് ആണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനാകില്ല. എത്ര അടക്കി വെച്ചാലും ചിലപ്പോൾ ഇവനിഞ്ഞ് പുറത്തിയാണല്ലോ. തിരിച്ചറിവുള്ള ആളുകൾക്കിടയിൽ ഇത് ഒരു പരിധി വിട്ട് സ്വീകരിക്കപ്പെടില്ല. ഇവിടെ വരുന്ന വേറെ വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി, ഞങ്ങളിതെല്ലാം ഇപ്പോൾ ഇതിനെതിരെ എങ്ങനെയാണ് ഈ മുന്നണി വിലയിരിക്കേണ്ടത്? സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഈ അപകടകരമായ അവസ്ഥയ്ക്കെതിരെ എല്ലാ സെക്കുലർ മനസ്സുകളെയും ഏകോപിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ മുന്നേറ്റം. ആ മുന്നേറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ട ഇരവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട്.
ആ ജനവിഭാഗത്തെ ലെഫ്റ്റിൽ നിന്ന് അകറ്റുന്നതിനുള്ള സംഘടിതമായ നീക്കം വേറൊരു കൂട്ടർ നടത്തുന്നു. നേരിട്ട് പറയാമല്ലോ, ജമാഅത്തെ ഇസ്ലാമി, ഞാൻ അതിലേക്ക് പറഞ്ഞേ, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി കുറേ കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഫോബിയ മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെടുത്താനാണ്. നിങ്ങൾ നോക്കി അവിടെ നരേറ്റീവ് മുഴുവൻ എങ്ങനെയാണ്? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഇടത് ഹിന്ദുത്വയുടെ തോൽവി എന്നാണ് മീഡിയ വൺ വിശദീകരിച്ചത്. ഞാൻ അത്ര ഒരു ടേം ഉണ്ടാക്കാനുള്ള ഒഡാസിറ്റി, അത് ആത്യന്തികമായി ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? ഇവിടെ ഞാൻ പിറകിലോട്ട് പോവാണ്. കേരളത്തിലെ ഒരു മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ബോധത്തിൽ ഉണ്ടായിരുന്ന ഇമാജിനേഷൻ എന്താണ് ലെഫ്റ്റിനെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ചുള്ളത് എന്താണ്? അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു കോൺഗ്രസ്. നാച്ചുറലായ വിയോജിപ്പിൻ്റെ പേര് കൂടിയായിരുന്നു ഇടതുപക്ഷം. ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതല്ല, വിശ്വാസം കൊണ്ട് പലതും കൊണ്ട് യോജിക്കാനാവില്ല. ഇതായിരുന്നല്ലോ ഒരു ബോധം, ഇമേജ്. അതെവിടെയാണ് തകർന്നത്? 92-ന് ശേഷമാണ്. ജനങ്ങളുടെ അനുഭവത്തിൽ ഇത് CPM ആണ് അല്ലെങ്കിൽ ലെഫ്റ്റാണ് വേണ്ടത് എന്നൊരു ബോധം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു പിടിച്ചൊരു സമയത്താണ്. അതുമുതൽ ഇങ്ങോട്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇറക്കി വിട്ടൊരു ചിന്ത എന്ന് പറയുന്നത് പോകരുത്. ഇവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഫോബിയ ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഓർന്ന് വഹിക്കുന്നത്. അത് നമ്മൾ ഓരോ ഘട്ടത്തിലും കാണാൻ കഴിയും. അപ്പോൾ അത് വന്ന് കമ്മ്യൂണിസ്റ്റ് നിഗ്രഹണം എന്ന നിലയിലേക്ക്, കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കി കളയുക, കമ്മ്യൂണിസ്റ്റ് നിഗ്രഹിക്കുക എന്ന നിലയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെ തന്നെ എലിമിനേറ്റ് ചെയ്യണമെന്ന നിലയിലേക്ക് ശത്രുതാബോധത്തോടെ അവർ വരികയാണ്. ഇതേ ശത്രുതാബോധം RSSനുണ്ട്. അത്യാവശ്യം ദീർഘമായിട്ടുള്ളൊരു സംഭാഷണമാണ് നമ്മൾ നടത്തിയത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമല്ല, കേരളത്തിലെ അടിസ്ഥാന രാഷ്ട്രീയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ വെല്ലുവിളികൾ വരുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ റഹീം പറയുന്നതനുസരിച്ചാണെങ്കിൽ നല്ല ഗ്രാഹ്യമുണ്ട്, കൂടുതൽ വലിയ വെല്ലുവിളിയാണ് വരുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അതിനവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭാവി നമുക്ക് നോക്കാം. താങ്ക്സ് എ ലോട്ട്.